ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം. ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അവസാന വാക്യം. സ്തോത്രം. അതോടൊപ്പം തന്നെ ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം തന്നെ അതിൻ്റെ 21, 22 വാക്യങ്ങൾ. ലൂക്കോസ് 3, 21, 22 വായിക്കുന്നതിന് മുൻപ് 38-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഏനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ആരുടെ മകൻ? ആദാം ദൈവത്തിൻ്റെ മകൻ. ശബ്ദമുയർത്തി പറഞ്ഞേ, ആദാം ദൈവത്തിൻ്റെ മകൻ. എല്ലാവരും പറഞ്ഞില്ല, എത്ര പറയാൻ പറഞ്ഞാലും എല്ലാവരും പറയത്തില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ആദാം ദൈവത്തിൻ്റെ മകൻ. വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ 21, 22 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങൾ. ജനം എല്ലാം സ്നാനം ഏൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ആദാം ദൈവത്തിൻ്റെ മകൻ. അതേ ദൈവം യേശുവിനെ നോക്കി പറയുന്നു, നീ എൻ്റെ പ്രിയ പുത്രൻ. ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന 38-ാം വാക്യം പറഞ്ഞിട്ട് 22-ാം വാക്യം പറയുന്നു, ദൈവം തന്നെ പറയുന്നു, നീ എൻ്റെ പ്രിയ പുത്രൻ. ഇന്ന് നാം ദൈവസന്നിധിയിൽ 2 വ്യക്തിത്വങ്ങളിലേക്ക് എത്തി നോക്കിയാണ്. ഈ ചെറിയ ബൈബിൾ സ്റ്റഡിയുടെ സ്തോത്രം, അതെ, തലക്കെട്ട് ഇതാണ്: ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. തുടക്കവും ഒടുക്കവും. തുടക്കവും ഒടുക്കവും. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രിൻസിപ്പിളാണ്, തത്വമാണ്. നമ്മുടെ തുടക്കത്തെക്കാൾ നമ്മുടെ ഒടുക്കം ഒത്തിരി നല്ലതായിരിക്കണം. നമ്മുടെ തുടക്കത്തെക്കാൾ നമ്മുടെ ഒടുക്കം ഒത്തിരി നല്ലതായിരിക്കണം. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു സ്ലോഗനായിരിക്കണം. നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം ഒത്തിരി നല്ലതായിരിക്കണം. അത് വേറെ ആരോ പറഞ്ഞതോ വേറെ ആരോ ഇംപ്ലിമെൻറ്റ് ചെയ്തതോ കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. പകരം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെയുള്ള ഒരു വാക്യമാണ്, ഏതൊരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യം. അത് ഏതൊരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്ത് കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിൻ്റെ ആരംഭം മോശമാണ് എങ്കിൽ കൂടി അതിൻ്റെ അവസാനം ഏറ്റവും നല്ലതായിരിക്കും. ഒരിക്കൽ കൂടെ, ദൈവം ഏതൊരു കാര്യം ആരിൽ ചെയ്താലും ആരംഭം ഒരുപക്ഷെ മോശമെന്ന് തോന്നിയാലും ദൈവമാണ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അവസാനം ഒത്തിരി നല്ലതായിരിക്കും. നിങ്ങളെക്കുറിച്ച് കാണേണ്ടതായ ചിത്രം ഇന്നലത്തെക്കാൾ നാളെ എങ്ങനെയായിരിക്കണം? നല്ലതായിരിക്കണം. കഴിഞ്ഞ മാസത്തെക്കാൾ ഈ മാസം നല്ലതായിരിക്കണം. കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം നല്ലതായിരിക്കണം. ദൈവം ഒരിക്കലും താഴ്ചയിലേക്ക് വിളിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ ഉയർച്ചയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ പൊളിവാനായി വിളിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ പണിവാനായി വിളിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ ലജ്ജാവിഷയമാക്കാനായി വിളിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ മാനിപ്പാനായി വിളിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ തോറ്റ് ജീവിപ്പാൻ വേണ്ടി വിളിച്ചിട്ടില്ല. പകരം ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നിങ്ങളെ വഴി നടത്തുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ ആരാണോ നേരോടെ നടക്കുന്നത്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ലെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ നോക്കി, അയ്യോ നിനക്കിങ്ങനെ ഗതികേടായി പോയല്ലോ, നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നല്ല അവർ പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ നീ ഈ അവസ്ഥയിലായി എന്ന് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുമാറ് നിങ്ങളുടെ ജീവിതത്തെ ആക്കുന്നവനാണ് ദൈവം. അയ്യോ എങ്ങനെ നിൻ്റെ ലൈഫ് ഇങ്ങനെയായി? യോബിൻ്റെ സ്നേഹിതന്മാർ വന്ന് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്. അയ്യോ നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. 7 ദിവസം മിണ്ടാതിരുന്നെന്നാണ് തിരുവചനം പറയുന്നത്. യോബിൻ്റെ സ്നേഹിതന്മാർ യോബിൻ്റെ അടുത്ത് വന്ന് 7 ദിവസം ഇതുപോലെ തന്നെ മിണ്ടാതിരുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ വാ തുറന്ന്, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെയാണ് അവർ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അവസാനം
ഇരട്ടിയായി അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ വിഷയമായ ബന്ധത്തിൽ അവൻ്റെ ആരംഭത്തെക്കാൾ അവൻ്റെ അവസാനത്തെ ഏറ്റവും ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് അവർ പറഞ്ഞു കാണാം, ഇതെങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായി തീർന്നത്? ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. അത് നിങ്ങളുടെ സാക്ഷ്യമാകണമേ. മറ്റുള്ളവർ അതിശയിക്കുമാറ് ആരംഭത്തെക്കാൾ അവസാനം ഏതോ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, വിശേഷിച്ച് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായി ദൈവം നമ്മെ തീർക്കണം. ഒടുക്കവും തുടക്കവും ഒടുക്കവും. തുടക്കത്തെക്കാൾ നല്ലതാണ് ഒടുക്കം. ശലോമോൻ്റെ തുടക്കം വളരെ ഗംഭീരമായിരുന്നു. ശലോമോൻ്റെ ആരംഭം നിങ്ങൾ നോക്കുമ്പോൾ, അവൻ എൻ്റെ മകനായിരിക്കും, ഞാനവനെ സ്നേഹിക്കുന്നു, അവൻ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ, എൻ്റെ ഭാഷയിൽ പറയുക, കർത്താവ് പറയുക, അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഞാനവനെ ശിക്ഷിക്കാതെ വിടുകയില്ല, ഞാനവനെ സിംഹാസനത്തിലിരുത്തുമെന്നൊക്കെ പറഞ്ഞ് യഹോവയാം ദൈവം ദാവീദിനോട് വളരെ നേരിട്ട് യേശു കർത്താവിൻ്റെ തത്തുല്യമായി ഈക്വൽ സ്റ്റാറ്റസിൽ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു ശലോമോൻ. മറ്റൊരു വിഷയമാണ്, എനിക്ക് വിവരിക്കാൻ നേരമില്ല. ഞാൻ ആവർത്തിച്ച ആ സെൻറ്റൻസ് പറയട്ടെ, സെയിം ആസ് ജീസസ്. യേശുവിന് തത്തുല്യമായി അതേ ആക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. തുടക്കം ഗംഭീരമായിരുന്നു, പക്ഷെ ഒടുക്കം മോശമായി പോയി. ഒടുക്കം മോശമായി പോയ ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തുടക്കം മോശമായിട്ടും ഒടുക്കം ഒത്തിരി നല്ലതായ അനേകരെ നമുക്ക് കാണാൻ കഴിയും. തുടക്കം ജനിക്കാൻ പാടില്ലാത്ത സീസണിൽ ജനിച്ചവനായിരുന്നു മോശ. തുടക്കം താഴ്വരയിൽ ഒഴുകിയ നദിയിലൂടെ ജീവിക്കാൻ അവകാശമില്ലാത്തവനായി ഞാങ്ങണപ്പെട്ടിയിൽ ഒഴുകിയവനായിരുന്നു. പക്ഷേ ഒടുക്കം ആ കൊടുമുടിയിലാണ് അവസാനിച്ചത്. തുടക്കം താഴ്വരയിലെങ്കിലും ഒടുക്കം ആ കൊടുമുടിയിലായിരുന്നു. യബേസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, തുടക്കം വളരെ മോശമായിരുന്നു. സ്വന്തം അമ്മ പോലും പറഞ്ഞു, ഇത് രക്ഷപ്പെടാ കേസാണ്, ഇതൊരിക്കലും രക്ഷപ്പെടത്തില്ല. പക്ഷേ ഒടുക്കമായപ്പോൾ ആ കുടുംബത്തിലാണോ യവൻ ജനിച്ചതെന്ന് നാട്ടുകാർ അതിശയിക്കുമാറ്, അല്ലേ, ആ കുടുംബത്തിലാണോ യവൻ ജനിച്ചതെന്ന് നാട്ടുകാർ അതിശയിക്കുമാറ് ദൈവം സഹോദരന്മാരെക്കാൾ അവനെ ഏറ്റവും മാന്യനാക്കി. പിന്നെ അവൻ്റെ പേരിൽ ഒരു പട്ടണവും ഉണ്ടായി എന്ന വേദപുസ്തകം പറയുന്നു. ദുർഭൂതങ്ങളെ പേരിലല്ല ആ പട്ടണം അറിയപ്പെട്ടത്, ഏതോ എം പിമാരുടെയോ മന്ത്രിമാരുടെയോ പേരിലല്ല, ഒരു ദൈവദാസൻ്റെ പേരിൽ ആ പട്ടണം അറിയപ്പെട്ടു. ഓ, ഞാനെന്തോ അപരാധം പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. സോ അത്ര ഭയങ്കരമായി അങ്ങേറ്റം മോശമായി കിടന്നവനെ ഇങ്ങേറ്റം ദൈവം മാനിക്കുകയുണ്ടായി. തുടക്കം മോശമെങ്കിലും ഒടുക്കം ഒത്തിരി നല്ലതായി. ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കാണേണ്ടതായ ചിത്രം അതാണ്. നിങ്ങളുടെ തുടക്കം എത്ര മോശമാണെങ്കിലും നിങ്ങളുടെ ഒടുക്കത്തെ ഒത്തിരി നല്ലതാക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷേ തുടക്കം ഒത്തിരി നല്ലതായിട്ട് ഒടുക്കം ഒത്തിരി മോശമായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു ആദിമ മനുഷ്യനായ ആദാം. ആദാമിൻ്റെ സ്തോത്രം തുടക്കം ഒത്തിരി നല്ലതായിരുന്നു. ലക്ഷക്കണക്കിന് കാര്യാദികളെ ദൈവം ദൃശ്യമായതും അദൃശ്യമായതും ദൈവം സൃഷ്ടിച്ചു. ദൃശ്യമായതും അദൃശ്യമായതും, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൈവം സൃഷ്ടിച്ചതായ ഒന്നിനെയും ദൈവം തൊട്ടില്ല. മുള്ളംപന്നിയെ, മയിലിനെ, കുയിലിനെ, ഹിപ്പോപ്പൊട്ടാമസിനെ, പാരറ്റിനെ, ഒന്നിനെ ദൈവം തൊട്ടില്ല. പക്ഷേ ദൈവം തൊട്ടത് ആദാമിനെ മാത്രമായി ദൈവം തൊട്ടുള്ളൂ. എന്തിനെങ്കിലും നിങ്ങൾ തൊടുന്നെങ്കിൽ നിങ്ങൾക്കതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളതിനെ തൊടുന്നത്. ഇതുവരെ ഒന്നിനും തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഇരിപ്പ് കണ്ടപ്പോൾ. കമാൺ, ഹല്ലേലൂയ. അതായത് തൊട്ടതെല്ലാം അലർജിയാണെന്ന് തോന്നുന്നു. പക്ഷേ ആദാം, സ്തോത്രം, ആദാമിനെ ദൈവം തൊട്ടു. ദൈവം തൊട്ടപ്പോഴേക്കും അവൻ ജീവനുള്ള ദേഹിയായി തൻ്റെ ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവൻ ഉളവായി വന്നു. ഞാൻ ആവർത്തിക്കുന്നു, വേറെ ഒന്നിനെയും ദൈവം സ്പർശിച്ചില്ല, ദൈവം ആദാമിനെ മാത്രം സ്പർശിച്ചു. അല്പം തലക്കനത്തോടെ അവന് പറയും, വേറെ നിങ്ങളെ ആരെയും ദൈവം തൊട്ടില്ല, എന്നെ മാത്രം ദൈവം തൊട്ടു. അവൻ്റെ തുടക്കം ഭയങ്കര ഗംഭീരമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ലിറ്ററലി ഷെക്കന ഗ്ലോറിയൽ ദൈവ മഹത്വത്തിലാണ് ആദാം ജീവിച്ചത്. എല്ലാ ദിവസവും ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് അവനോട് കൂടെ അതെ നടന്നിരുന്നു. ആ തോട്ടത്തിൽ, സ്തോത്രം,
അതെ, ആ തോട്ടത്തെ പരിപാലിപ്പാൻ തക്കോണം ദൈവമാതാവിനെ ആക്കി വെച്ചിരുന്നു. അങ്ങനെ വേറെ ഏത് വ്യക്തികളെക്കാൾ, വേറെ ഏത് കാര്യാദികളെക്കാൾ ഏറ്റവും മനോഹരമായ സ്തോത്രം ആത്മീയ അന്തരീക്ഷവും ദൈവസാമീപ്യവും ഒക്കെ ആദാമിന് ഉണ്ടായിരുന്നു. നിങ്ങളെന്നെ കാണുന്നതിനേക്കാൾ അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ച ദൈവത്തെ ആദാം കണ്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ദൈവത്തോടു കൂടെ നടന്നു. അവൻ്റെ തുടക്കം ഭയങ്കര ഗംഭീരമായിരുന്നു. ദൈവത്തോടു കൂടെ അവൻ ഉലാവുകയാണ്. ഡെയിലി ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. ആദാം സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുകയല്ല, ദൈവം അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം, ആദിമ മനുഷ്യനായ ആദാം. പക്ഷെ മനസ്സിലാക്കണമേ, തിരുവചനത്തിൽ പറയുന്നത് ആദാം ദൈവത്തിൻ്റെ ദാസൻ എന്നല്ല, ആദാം ദൈവത്തിൻ്റെ അടിമയെന്നല്ല, ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ്. യെരൂശലേം സ്തോത്രം അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് യഹൂദ തറവാടുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ വലിയ തറവാടുകൾ ഒരുപക്ഷെ അബ്രഹാമിൻ്റെ വീടായിരിക്കാം. പിന്നത്തേതിൽ ഇസഹാക്കിൻ്റെയോ യാക്കോബിൻ്റെ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ആ ഭവനത്തോട് അടുക്കുമ്പോൾ ആ വീടിന് ചുറ്റുപാടും ജോലി ചെയ്യുന്ന അടിമകളെ കാണുവാൻ കഴിയും. ആദാം ദൈവത്തിൻ്റെ അടിമയല്ല. ആ അടിമകളെ ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും സ്തോത്രം ദിവസ ജോലിക്കാരായ ചില ദാസീദാസന്മാരുണ്ട്. ദിവസ ജോലിക്കാർ, അതിനർത്ഥം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മാത്രം വന്ന് ജോലി ചെയ്തു പോകുന്നവർ. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ബോൺ സർവൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവർ ജോലിക്കാരാണ്, ദാസീദാസന്മാരാണ്, പക്ഷെ അവർ പാർക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ്. അവർ ആ വീടിൻ്റെ തന്നെ ഭാഗമാണ്. സ്തോത്രം. അങ്ങനെ രണ്ട് തരത്തിലുള്ള ദാസീദാസന്മാരുണ്ട്. ആ ദാസീദാസന്മാരെ കടന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ആ വീടിനകത്തുള്ളതായ കാര്യാദികളും യജമാനൻ്റെ തുണികൾ അലക്കുന്നവരും തേക്കുന്നവരും യജമാനൻ്റെ ഇംഗിതം അറിയുന്നവരും യജമാനൻ ആഹാരം വിളമ്പുന്നതുമായ സ്തോത്രം അതേ ബാല്യക്കാരുണ്ട്, സ്വാടിമകളുണ്ട്, പല സെക്ഷനിലുള്ളതായ ദാസീദാസന്മാരുണ്ട്, ബാല്യക്കാരുണ്ട്. പിന്നെ ആ യജമാനൻ്റെ അടുക്കൽ ചുറ്റുമിരുന്ന് സംസാരിക്കുന്നതായ സ്നേഹിതരുണ്ട്. ആ സ്നേഹിതരെയും കടന്നു പോകുമ്പോൾ ആ യജമാനൻ ആ ചെയറിലിരിക്കുന്നതായ സമയത്ത് ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് പപ്പ എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു മകനുമുണ്ട്. ഹല്ലേലൂയ. സാടിമകളുണ്ട്, പല സെക്ഷനിലുള്ള ദാസീദാസന്മാരുണ്ട്, പിന്നെ സ്തോത്രം ബാല്യക്കാരുണ്ട്, ചുറ്റും ഇരിക്കുന്നതായ സ്നേഹിതരുണ്ട്, മകനുമുണ്ട്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ദൈവം തൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത്? ആരോ പറയുന്ന, കർത്താവേ ഞാൻ ഒരടിമയാണ്, അടിമയാകുന്ന എന്നെ മാനിക്കണമേ. ചിലർ പ്രാർത്ഥന കേട്ടാൽ ഹൃദയം ഇല്ലാത്തവന് ഹാർട്ട് അറ്റാക്ക് വരും. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആരാ പ്രാർത്ഥിച്ചു പറ? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആരാ പ്രാർത്ഥിച്ചേ പറ? അത് കുരുടൻ്റെ പ്രാർത്ഥനയാണ്. കുരുടൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാഥാ എന്നെ നോക്കി മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിച്ച ഒരാളുണ്ട്. ആരാ പ്രാർത്ഥിച്ചേ? കുഷ്ഠരോഗി പ്രാർത്ഥന. സഭയിൽ നിന്ന് ഉയരുന്ന കുരുടൻ പ്രാർത്ഥനകളുണ്ട്, സഭയിൽ നിന്ന് ഉയരുന്നതായ കുഷ്ഠരോഗി പ്രാർത്ഥനകളുണ്ട്. പക്ഷേ അതേ സമയത്ത് ദൈവം നിന്നെ കാണുന്നത് കുഷ്ഠരോഗിയായിട്ടല്ല, ദൈവം നിന്നെ കാണുന്നത് കുരുടനായിട്ടല്ല. തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് നീ കർത്താവിൻ്റെ മകനാണ്, കർത്താവിൻ്റെ മകളാണ്. ആദാം വന്ന് അടിമയല്ല, ആദാം വന്ന് ദാസീദാസനല്ല, ആദാം വന്നിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ ബാല്യക്കാരനല്ല, ദൈവത്തിൻ്റെ സ്നേഹിതനുമല്ല. അബ്രഹാം, നോഹ, ഹാനോക്ക്, മോശ തുടങ്ങിയവർ സ്നേഹിതരായിരുന്നു. ഒരിക്കൽ കൂടെ ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ തുടങ്ങിയവർ സ്നേഹിതരായിരുന്നു. പക്ഷേ അവർക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത തലത്തായിരുന്നു ആദാമിൻ്റെ ദൈവം ആക്കി വച്ചിരുന്നത്. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. പക്ഷേ സ്തോത്രം മനുഷ്യൻ്റെ സ്വഭാവമാണ്, അവൻ സ്തോത്രം ചെയ്യണമെന്ന് പറയുന്നത് പലപ്പോഴും ചെയ്യത്തില്ല. മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒരു വ്യക്തിയോ ഒരു സമൂഹമല്ലോ ഞാൻ പറയുന്നത്. ഇന്നലെ ജീവിച്ചിരുന്നതും ഇന്ന് ജീവിച്ചിരിക്കുന്നതും കാലമുണ്ടെങ്കിൽ നാളെ ജനിച്ച് ജീവിപ്പാൻ പോകുന്നതുമായ മനുഷ്യൻ്റെ സ്വഭാവമാണ് നന്മ ചെയ്യുവാൻ വിട്ടുകളഞ്ഞിട്ട് തിന്മ ചെയ്യുവാൻ സ്വാധീനവും തിന്മ ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നവനാണ് സ്തോത്രം മനുഷ്യൻ. ആ തോട്ടത്തിൽ ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, നൂറുകണക്കിന് പഴങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ട് 100 കണക്കിന് കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്,
നൂറുകണക്കിന് തരത്തിലുള്ള ഫലങ്ങളുണ്ടായിട്ടും ആദം സ്തോത്രം തിന്നാൻ കഴിവുള്ളതായ ആ പഴത്തിലേക്ക് കൈനീട്ടാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അവൻ ചെയ്തപ്പോൾ മാനവജാതിയുടെ ഗതി ഇതുപോലെയായി തീർന്നു. മാനവജാതിയുടെ ഗതി അധോഗതിയായി. സോ ആദാം സ്തോത്രം അതെ ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു. ഒരു ആനിമേഷൻ ഫിലിമിൽ ഞാൻ കണ്ടത്, ആദം പാപം ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടായിരുന്ന മഹത്വമേകം ഭൂമിയിൽ നിന്ന് മാറിപ്പോയി. ഭയങ്കര ബ്രൈറ്റായിരുന്നു. ഇന്ന് 12 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് കാണുന്നത് പോലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല ബ്രൈറ്റായിട്ട് കാണുന്നതായ ആ സ്ഥലം, അതിനേക്കാൾ ആയിരക്കണക്കിന് ബ്രൈറ്റ്നസ് ആയിരുന്നു മഹത്വത്തിലുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇരുണ്ടു പോയി ഭൂമി. സ്തോത്രം ഉള്ളതായ ചാഴിയും പുഴുവും എല്ലാം ആക്റ്റീവായി കുത്താൻ തുടങ്ങി. പാമ്പ് വിഷമുള്ളതായി തീർന്നു. എല്ലാ തിന്മകളും സ്തോത്രം ലോകത്തിൽ അത് വ്യാപരിച്ചു. പാപമാണ് എല്ലാ തിന്മയും കൊണ്ടുവന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയും. പാപമാണ് സകല തിന്മകളും കൊണ്ടുവരുന്നത്. കർത്താവായ യേശു നന്മ കൊണ്ടുവരുമ്പോൾ പാപം തിന്മ കൊണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തിനെ അകറ്റി നിർത്തണം? പറ. പാപത്തെ അകറ്റി നിർത്തണം. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. സ്വന്തം ജീവൻ പോയാലും എന്തു ചെയ്യല്ലേ? പാപത്തിൻ്റെ പിന്നാലെ ഓടല്ലേ. നമുക്ക് നന്മ ചെയ്യാത്ത കാര്യം എന്താണോ അത് നമുക്ക് തിന്മയാണ്, അത് നമുക്ക് ശത്രു തന്നെയാണ്. ആദാം പാപം ചെയ്തു. ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകൻ എന്ന ആ പദവിയിൽ നിന്ന് അവൻ തള്ളപ്പെട്ടു. അതുവരെയും ദൈവത്തിൻ്റെ മകനായിരുന്നപ്പോൾ സകലത്തിനെ ആദം വാഴുകയായിരുന്നു. ദൈവത്തിൻ്റെ മകനായപ്പോൾ ആദം എല്ലാറ്റിൻ്റെ മേൽ വാഴുകയായിരുന്നു. നിങ്ങൾ ഒത്തിരി പേർ മാതാപിതാക്കളാണ്. ഈ മുന്നിൽ 2 കുസൃതി പിള്ളേരിപ്പുണ്ട്. ഈ കുട്ടികളുടെ മേൽ ഒരു ഈച്ചയോ ഒരു കൊതുകോ വന്നിരിക്കുന്നത് അവരുടെ മിലിറ്ററി അപ്പന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതുപോലെയാണ് ദൈവം. നിങ്ങളുടെ മേലിൽ ഒന്നും കുതിര കയറുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഒന്നും നിങ്ങളെ ഭരിക്കല്, അത് കടഭാരമാകട്ടെ, രോഗങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, മറ്റാകുല ചിന്തകളാകട്ടെ, ഒരു നുകത്തിൻ കീഴിൽ നിങ്ങൾ കിടന്ന് പെടയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല, പുത്രനായിട്ടാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം നിങ്ങളെക്കുറിച്ച് കാണുന്ന ചിത്രം ഏതൊക്കെയോ പെയിനിലും പ്രഷറിലും നിങ്ങൾ ജീവിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചൂട് നിറഞ്ഞിരിക്കുന്ന പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന ജീവിതം അല്ല. മാറി ചിന്തിക്കുക. ഇതല്ല ജീവിതം. യേശു ഇതിനു വേണ്ടിയല്ല ക്രൂശ് ചുമന്നത്. യേശു ഇതിനു വേണ്ടിയല്ല മുൾക്കിരീടം ചുമന്നത്. യേശു കർത്താവ് ഇതിനു വേണ്ടിയല്ല രക്തമൊഴുക്കിയത്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ജീവനും സമൃദ്ധിയായ ജീവൻ നിന്നിലേക്ക് നൽകാൻ വേണ്ടിയാണ്. ഞാനത് വീണ്ടും പറയാം. ജീവനും സമൃദ്ധിയായ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തോറ്റതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജയിച്ചതാണ്. അപ്പോൾ ജയിച്ചു എന്ന് പറയണമെങ്കിൽ ഏതോ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ജയിക്കുന്നത്. നിങ്ങളെയും എൻ്റെ ജീവിതത്തിൽ ടെസ്റ്റുകളെ ദൈവം അനുവദിക്കുന്നത് നീ തോറ്റു തുന്നമ്പാടി ജീവിക്കാനല്ല, അടുത്ത ലെവലിൽ പഞ്ചായത്തിൽ ജില്ലയിൽ ആർക്കുമില്ലാത്ത ജയം നിന്നിൽ ഉദിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പം പാപത്തെ, ലോകത്തെ, സാത്താനെ ഒക്കെ ജയിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരിക്കൽ കൂടെ പാപത്തെ, ലോകത്തെ, സാത്താനെയൊക്കെ ജയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളാണ് ജയിക്കേണ്ടത്. നമ്മൾ പാസ്റ്റർ ജയിച്ചിട്ട് അയാൾ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചല്ല ജയം തരുന്നത്. നീയാണ് ജയിക്കേണ്ടത്. പത്രോസേ, നീയാണ് വെള്ളത്തിന് മുകളിൽ നടക്കേണ്ടത്. നടക്കാൻ ആഗ്രഹിക്കുന്നവനെ, നടക്കാൻ സ്തോത്രം ഇഷ്ടമുള്ളവനെ സൂപ്പർ നാച്ചുറൽ വെള്ളത്തിന് മുകളിൽ നടത്തിപ്പിക്കുന്നവനാണ് ദൈവം. സ്തോത്രം. നീ ദൈവത്തിൻ്റെ മകനാണ്, ഒന്നും നിൻ്റെ മേൽ വാഴല്ല. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ആ മകൻ എന്ന പദവി അവന് നഷ്ടപ്പെട്ടു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തട്ടെ. സ്തോത്രം. മകൻ എന്ന 4 കൂട്ടരെ ദൈവം വിളിച്ചിട്ടുണ്ട്. നമ്പർ 1, ഒന്നാമതായി ദൈവം മകൻ എന്ന് വിളിച്ചത് ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. ആദാം ദ ക്രിയേറ്റഡ് സൺ ഓഫ് ഗാഡ്. ആദാം സൃഷ്ടിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ മകൻ. ലൂക്കോസ് 3:38 നമ്മൾ വായിച്ചു, ആദാം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകൻ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ആദാം ആരാണ്? സൃഷ്ടിക്കപ്പെട്ട, ക്രിയേറ്റഡ് സൺ ഓഫ് ഗാഡ്, സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകൻ. രണ്ടാമതായി
മകനെന്ന് കർത്താവ് പറഞ്ഞത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. പുറപ്പാട് 4:22 പറയുന്നു, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ. ശബ്ദം വരുത്തി പറഞ്ഞാട്ടെ, ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ. ഹി ഈസ് മൈ ഫസ്റ്റ് ബോൺ. ദൈവം ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. നമ്പർ 1, ഒന്നാമത് ക്രിയേറ്റഡ് സൺ. സ്തോത്രം, അതെ, ആദമാണ്. സൃഷ്ടിക്കപ്പെട്ടതായ പുത്രൻ ആദമാണ്. രണ്ടാമതായി ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാലോ. ആദ്യജാതനാകുന്ന ഇസ്രായേലിനെ ഫറവോൻ പീഡിപ്പിച്ചത് കൊണ്ട് ദൈവം തിരിച്ചു പറഞ്ഞു, ഓ നീ എൻ്റെ ആദ്യജാതനെ, നീ എന്നെ അവനെ പീഡിപ്പിച്ചോ, നീ എൻ്റെ ആദ്യജാതനെ പീഡിപ്പിച്ചത് കൊണ്ട് നിൻ്റെ ആദ്യജാതനെ ഞാൻ തട്ടിക്കളയും. അങ്ങനെയാണ് കടിഞ്ഞൂൽ സംഹാരം ദൈവം നിയമിച്ചത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നീ എൻ്റെ ആദ്യജാതനെ അതെ പീഡിപ്പിച്ചത് കൊണ്ട്, അതായത് ഇസ്രായേലിനെ നീ പീഡിപ്പിച്ചത് കൊണ്ട് നിൻ്റെ ആദ്യജാതനെ ഞാനും ഇതാ തകർക്കുകയാണ്. കടിഞ്ഞൂൽ സംഹാരം. അവസാനത്തെ ബാധയായിരുന്നു അത്. ആ ബാധയോടെ ഇസ്രായേൽ സ്തോത്രം ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. 1, ആദാം ദൈവത്തിൻ്റെ മകൻ, ക്രിയേറ്റഡ് സൺ. 2, ഇസ്രായേൽ ഫസ്റ്റ് ബോൺ. നമ്പർ 3, ദ ബിലവഡ് സൺ. സ്തോത്രം, പ്രിയപുത്രൻ. ആരാണ് പ്രിയപുത്രൻ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപുത്രൻ, പ്രിയപുത്രൻ എന്ന് പറയുന്നത് കർത്താവ് യേശു. ലൂക്കോസ് 3:22 പ്രിയപുത്രനാണ് യേശു, പ്രിയപുത്രനാണ് യേശു. അതിനെ കടമെടുത്തിട്ടാണ് പൗലൂസ് എഫേസ്യർ 4 പറയുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. മക്കളൊത്തിരി പേരുണ്ട്, പക്ഷെ പ്രിയ മക്കൾ എന്ന വണ്ണം അവനെ അനുകരിപ്പിൻ. എന്നാൽ മക്കളും പ്രിയ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പിതാവായ ദൈവം നമ്പർ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 10,000 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ല, എല്ലാം കേട്ട് കഴിഞ്ഞ് അനുസരിക്കാൻ പറ്റുമോ, ഇതെൻ്റെ കൊക്കിന് പറ്റുമോ, ഇതെൻ്റെ ലൈഫിന് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അളന്ന് തൂക്കിയിട്ടല്ല പിതാവായ ദൈവത്തെ നോക്കി ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞത്. പകരം യേശു കർത്താവ് ഓൾറെഡി സ്തോത്രം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പിതാവായ ദൈവത്തോട് പറഞ്ഞു, അടിയനെ അയക്കണമേ. ദാറ്റ് മീൻസ് പറയാതെ തന്നെ ചെയ്യുവാനായി ഇറങ്ങിപ്പെടുന്ന ഒരു പേരാണ് പ്രിയമക്കൾ. ഓ കമാൻ, ഹല്ലേലൂയ, ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദൈവം എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് കാത്തിരിക്കാതെ, ദൈവം എന്തെങ്കിലും പറയട്ടെ, ദൈവം എന്തെങ്കിലും ഏൽപ്പിക്കട്ടെ എന്നിട്ട് വേണം ചെയ്യാൻ. ദൈവം എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് വേണം ഈ കസേര നിരത്താൻ, അല്ലെങ്കിൽ എന്നിട്ട് വേണം ചർച്ചിൽ നേരത്തെ വരാൻ, എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുവാൻ. ദൈവം എന്തെങ്കിലും പറയട്ടെ, പറഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വല്ലവരും എന്തെങ്കിലും പറയട്ടെ, ഏൽപ്പിക്കട്ടെ എന്നിട്ട് ചെയ്യാം. അവരല്ല പ്രിയ മക്കൾ. പകരം അത് ആവശ്യം എന്ന് മനസ്സിലാക്കി അത് ചെയ്യണമെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവൻ്റെ പേരാണ് പ്രിയ മക്കൾ. ഓ, അങ്ങനെ പ്രിയ മക്കൾ ഒന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, അവർ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. യേശു കർത്താവ് ദൈവത്തിൻ്റെ പ്രിയ മകൻ. 4, ദൈവ മക്കളെന്ന് വിളിച്ചിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയാണ്. അവനെ കൈക്കൊണ്ട് അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ആ വാക്യം എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 1:12 ദൈവത്തിൻ്റെ മക്കൾ. ആ മക്കളുടെ പ്രത്യേകത എന്താണ്? റോമർ 8 സ്തോത്രം 15. റോമർ 8:15 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, വി ആൾ ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ. നമ്മളെല്ലാവരും സ്തോത്രം അതെ അഡോപ്റ്റഡ് ചിൽഡ്രനാണ്. അതെ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നമ്മ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നോക്കിയാട്ടെ, ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ റിസീവ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ എന്നവിടെ കാണുവാൻ കഴിയുന്നു. ദത്തുപുത്രന്മാർ. സ്തോത്രം, ദത്തുപുത്രന്മാർ. അപ്പം ക്രിസ്തു യേശുവിൽ നമ്മെ ദത്തുപുത്രന്മാരായി കർത്താവാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? എങ്ങനെയാ ദത്തുപുത്രന്മാർ? പണ്ട് നമ്മൾ പിശാചിൻ്റെ മക്കളായിരുന്നു. ഈ ലോകത്തിലെ കാര്യഗതികൾ അനുസരിച്ച് എഫേസ്യർ 2:2 സ്തോത്രം അതെ സാത്താൻ്റെ സന്താനങ്ങളായി ജനിച്ചു വളർത്തപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ നമ്മൾ അവനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ അവനെ അന്വേഷിച്ചതല്ല, അവൻ നമ്മെ കണ്ടതാണ്. അവനെ അന്വേഷിക്കാത്തവർ അവനെ കണ്ടെത്തി. ആർക്കും പറവാൻ കഴിയത്തില്ല സ്തോത്രം, ദൈവം എന്നെ ഭയങ്കരമായി രക്ഷിച്ച്. ആർക്കും പറവാൻ കഴിയത്തില്ല, ഓ വലിയവനായി എന്നെ ചെറിയവനായി കർത്താവ് രക്ഷിച്ചെന്ന്. ഓ ഖമാൻ, നിങ്ങൾ കേട്ടില്ല. സ്തോത്രം, ഞങ്ങൾ ഏതോ വലിയ കുടുംബക്കാരാണ്, ആ കുടുംബത്തിൽ കർത്താവ് കയറി വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഭയങ്കരമായിട്ട് ദൈവത്തിന് കഷ്ടപ്പെടേണ്ടി വന്നു. നോ 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 നോ, അങ്ങനെയൊന്നും അല്ല.
ആരാണ്ട് ഒരു മന്ദബുദ്ധി എന്നോട് ഒരു വിദേശ രാജ്യത്തെ ഒരു കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെയൊക്കെ ദൈവത്തിനെ രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മിണ്ടാതിരുന്നു. കാര്യം എന്താ, പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടിച്ചാൽ പിന്നെ അവസാനം അന്നത്തെ മീറ്റിംഗ് വെള്ളത്തിലാകുമല്ലോ. മന്ദബുദ്ധി. ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ, ഞാൻ കേട്ടതാ പറയുന്നത്, ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ കർത്താവിന് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. എടാ, പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കാൻ നിനക്ക് കഴിയത്തില്ല. എത്ര വലിയ കുടുംബമായാലും, എത്ര വലിയ കുലമായാലും, എത്ര വലിയ ജാതിയായാലും, എത്ര വലിയ പണമായാലും, എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് പറ, അപ്പാ ഒന്നും എൻ്റെ ത്രാണിയല്ല, അങ്ങയുടെ കൃപയാണ്. നാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. സോ വി ആൾ ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ, ദത്തുപുത്രന്മാരാണ്. സ്തോത്രം. 4 പേരെ കൂട്ടരികയാണ് പുത്രന്മാരാന്ന് വിളിച്ചത്. ആദാം സ്തോത്രം സൃഷ്ടിക്കപ്പെട്ട പുത്രനാണ്. ഇസ്രായേൽ ആദ്യജാതനാണ്. സ്തോത്രം. യേശു കർത്താവ് പ്രിയപുത്രനാണ്. നമ്മൾ ദത്തുപുത്രന്മാരാണ്. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന എവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. സോ ആദാമിൻ്റെ കുടുംബത്തെക്കുറിച്ചാണല്ലോ ഞായറാഴ്ചകളായി നമ്മൾ കേട്ടത്. ആദാമേ നീ എവിടെ, നിൻ്റെ സഹോദരൻ എവിടെ, ആദാമിയ കുടുംബം. സോ ഈ ആഴ്ച നമ്മൾ കേൾക്കുന്നത് ഇതാണ്. സ്തോത്രം. 1-ാം ആദാമാകുന്ന തുടക്കവും ഒടുക്കത്തെ ആദാമാകുന്നതായ ക്രിസ്തുവും. തലക്കെട്ട് തുടക്കവും ഒടുക്കവും. താമസിച്ചു വന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. സ്തോത്രം. ഈ 2 ആദാമിനെ നോക്കുമ്പോൾ, തുടക്കത്തെ ആദാമും ഒടുക്കത്തെ ആദാമും നോക്കുമ്പോൾ അവർക്ക് ചില സിമിലാരിറ്റീസ് കാണുവാൻ കഴിയും. ഒടുക്കത്തെ ആദാം എന്ന ആ പദം നിങ്ങൾക്ക് കിട്ടുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 22 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒരു ലോങ് ലിസ്റ്റ് തന്നെ അതിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒടുക്കത്തെ ആദാം, ഒടുക്കത്തെ ആദാം, ഒടുക്കത്തെ ആദാം എന്ന്, ലാസ്റ്റ് ആദാം എന്ന് യേശു കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം ഒരു റിസറക്ഷൻ ചാപ്റ്ററാണ്, ഒരു ഉയർപ്പിൻ്റെ അധ്യായമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ അധ്യായമാണ്? ഉയർപ്പിൻ്റെ അധ്യായം. അപ്പോൾ 1 കൊരിന്ത്യർ 15 ഉയർപ്പിൻ്റെ അധ്യായമെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്ന നാണക്കേടുണ്ട്. പക്ഷേ പലരും മറന്നു പോയത് കൊണ്ടാണ് ഞാൻ നിലനിന്ന് പോകുന്നത്. കാരണം എല്ലാം ഓർത്തിരുന്നാൽ പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ വേറെ മെസ്സേജ് ഇല്ലല്ലോ. 1 കൊരിന്ത്യർ 13 വന്ന സ്നേഹത്തിൻ്റെ അധ്യായമാണ്. 1 കൊരിന്ത്യർ 14 വന്ന ആത്മശക്തിയുടെ അധ്യായമാണ്, കരിസ്മാറ്റിക് ചാപ്റ്റർ. 1 കൊരിന്ത്യർ 15 വന്ന് റിസറക്ഷൻ ചാപ്റ്ററാണ്. അപ്പോൾ ഉയർപ്പിൻ്റെ അധ്യായത്തിൽ സ്തോത്രം, ഉയർപ്പിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ മരണത്തിൻ്റെ തിന്മയെ പൗലൂസിന് പറയേണ്ടതായി വന്നു. മരണമുള്ളത് കൊണ്ടാണ് ഉയർപ്പിനെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നത്. ആമേൻ. സ്തോത്രം. അത് ഇരുട്ടുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടി വരുന്നത്. സോ എന്നതുപോലെ നോക്കണമേ. സ്തോത്രം. അതെ, ഒടുക്കത്തെ ആദാം. ഈ ഒടുക്കത്തെ ആദാമാകുന്ന യേശുവും തുടക്കത്തിലെ ആദാമാകുന്ന, അല്ലെങ്കിൽ 1-ാം ആദാമാകുന്നതായ ആദിമ മനുഷ്യനായ ആദാമും തമ്മിൽ ചില സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കി, 2 പേരും ദൈവത്തിൻ്റെ മക്കളാണ്. 2 പേരും ദൈവത്തിൻ്റെ മക്കൾ. ആദാം ദൈവത്തിൻ്റെ മകനാണ്, യേശു കർത്താവും ദൈവത്തിൻ്റെ മകനായിരുന്നു. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു, യേശു കർത്താവും ദൈവത്തിൻ്റെ മകനായിരുന്നു. വീണ്ടും നമ്പർ 2, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, both of them they dwell in the presence of God. 2 പേരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ചവരായിരുന്നു. 2 പേരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ചവരായിരുന്നു. ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും. അപ്പോൾ നിങ്ങൾ വസിക്കേണ്ടത് വീട്ടിലല്ല. വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാവരും താമസം മാറ്റണം. വീട്ടിൽ നിന്ന് ഇന്ന് രാത്രി താമസം മാറ്റിയിട്ട്, നാളെ രാവിലെയല്ല, ഇന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് താമസം മാറ്റിയിട്ട് അത്യുന്നതന്റെ മറവിലും സർവശക്തിൻ്റെ നിഴലും കീഴിലും വസിക്കണം. കർത്താവിൻ്റെ പ്രസൻസിലാണ് വസിക്കേണ്ടത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ വസിക്കേണ്ടത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത്, അവിടുത്തെ ചർച്ച് അതിരാവിലെ എൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. 4 മണിക്ക് എനിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം, 6 മണിക്ക് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 4 മണിക്ക് എന്നെ കൊണ്ടുവന്ന് അവിടെ വിടാൻ വേണ്ടി സ്തോത്രം അവരെനിക്ക് എന്ത് ചെയ്തു, ആ എയർപോർട്ട് ഹോട്ടൽ എന്ന് പറയുന്ന നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലോ 7 സ്റ്റാറോ എനിക്കറിയത്തില്ല, ഒരു ബ്യൂട്ടിഫുൾ സ്യൂട്ട് റൂം എനിക്ക് വേണ്ടി സ്തോത്രം ബുക്ക് ചെയ്തു. പക്ഷേ അന്ന് രാത്രി 2.5 മണിക്കൂർ മാത്രമേ ഞാൻ ഉറങ്ങിയുള്ളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്റ്റാർ കൂടുന്നത് കൊണ്ടല്ല ഉറക്കം വരുന്നത്, വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത്. കർത്താവ് എവിടെയുണ്ടോ
വയറ് നിറഞ്ഞാൽ അതെല്ലാം വാഴക്കുഴി പോലെയാണ്. സ്തോത്രം. വാഴക്കുഴി ആയാലും വയറ് നിറഞ്ഞാൽ നമ്മളവിടെ സുഖമായിട്ട് കിടക്കും. സ്തോത്രം. അർത്ഥം കർത്താവിൻ്റെ സാന്നിധ്യമാണ് നിനക്ക് വേണ്ടിയത്. നിനക്ക് വേണ്ടിയത് ഏതോ സ്തോത്രം വിലയേറിയ വസ്ത്രങ്ങളോ വലിയ ഡിഗ്രികളോ കോടികളോ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല. നിനക്ക് വേണ്ടിയത് നമ്പർ 1 ഒന്നാമത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നിങ്ങളും ഞാനും ചത്തുപോകും. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ എടുത്ത് പുറത്തിട്ടാൽ മത്സ്യം ചത്തുപോകും. മത്സ്യം പറയും എനിക്ക് വെള്ളത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളാകുന്ന നമ്മൾ പറയും എനിക്ക് ദൈവത്തിൻ്റെ പ്രസൻസിലേ വഹിപ്പാൻ കഴിയത്തുള്ളൂ. നിങ്ങളെല്ലാവരും ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിക്ക് വന്നു, എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾ ചർച്ചിൽ വരുന്നതല്ല പ്രധാനം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സെഗ്മെൻറ്റ് ഓഫ് ലൈഫിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നതാണ് പ്രധാനം. ദൈവത്തിൻ്റെ പ്രസൻസിലാണ് വസിക്കേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. കാരണം മഹത്വം ഇസ്രായേൽ പാളയത്തിൽ നിന്ന് മാറി എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് വായിക്കാറുണ്ട്. നോ, അങ്ങനെ ഒരു ഗതികേട് നമുക്കുണ്ടാകല്ല. ദൈവത്തിൻ്റെ മഹത്വം മാറിപ്പോയാൽ അതിനൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ഇഖാബോദ്. ഹലോ, ഡേഞ്ചറസ്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, എൻ്റെ പേര് ഇഖാബോദ് ആകെയില്ല. പറഞ്ഞേ. ഞാൻ ഇക്കിള് വിടുകയില്ല എന്നല്ല പറയേണ്ടത്. വാ തുറന്ന് പറ, എൻ്റെ പേര് ഇഖാബോദ് ആകെയില്ല. ദാറ്റ് മീൻസ് മഹത്വം ഇല്ലാത്ത, ദൈവം ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ട. വേറെ എന്തൊക്കെ പോയാലും, വേറെ ആരൊക്കെ പോയാലും എനിക്ക് വേണ്ടിയത് യഹോവ ഷമ്മ, എന്നെന്നും കൂടെ ഇരിക്കുന്ന കർത്താവാണ്. എനിക്ക് വേണ്ടിയത് ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ചുറ്റിക്കളിയല്ല ആത്മീയ ജീവിതം. കൺകെട്ട് വിദ്യയല്ല ആത്മീയ ജീവിതം. കാപട്യമല്ല ആത്മീയ ജീവിതം. സ്തോത്രം. അതേ, മറ്റുള്ളവരുടെ മുൻപിൽ വേഷം കെട്ടലല്ല ആത്മീയ ജീവിതം. ഞായറാഴ്ച നമ്മൾ കേൾക്കും, വേറെ ആരെ കളിപ്പിച്ചാലും ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ കേൾക്കും ഞായറാഴ്ച. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണോ വസിക്കുന്നത് അപ്പൻ്റെ സാന്നിധ്യത്തിലാണ്. യോഹന്നാൻ 8 കർത്താവ് പറഞ്ഞതായ ഒരു വാക്യമുണ്ട്, പുത്രനാണോ എന്നേക്കും ഭവനത്തിൽ വീട്ടിൽ വസിക്കുന്നു. ദാസൻ എന്നേക്കും വസിക്കുന്നില്ല. പക്ഷെ ദാസനാണെങ്കിൽ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് ദാസന്മാരുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള അങ്ങനെയുള്ള ഒത്തിരി ദാസന്മാരുണ്ട്. ദാസനാണോ ഞാൻ അവനെ വീണ്ടും വിളിക്കത്തില്ല. കാര്യം എന്താണെന്ന് നോക്കുക, ദാസനാണോ അവൻ വരും, പ്രസംഗം കഴിയും, അച്ഛാ ഞാൻ പോവാ, അടുത്ത മീറ്റിങ്ങിന് വേണ്ടി പോവുക. ഞാനും പല മീറ്റിംഗ് കണ്ടിട്ടുണ്ട്. മീറ്റിങ്ങിൽ നിന്ന് മീറ്റിങ്ങിലേക്ക്, പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിലേക്ക്, പ്രോഗ്രാമിൻ്റെ പിന്നാലെ ഓടുന്നവർ. പ്രോഗ്രാമല്ല നിനക്ക് വേണ്ടിയത്, നിനക്ക് വേണ്ടിയത് പ്രസൻസ് ആണ് വേണ്ടിയത്. പ്രോഗ്രാം അനുസരിച്ച് ഓടിയാൽ ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒക്കെ ഓടുമായിരിക്കും. പക്ഷെ പ്രസൻസിൽ ഓടിയാൽ അതൊരു മാരത്തൺ ഓട്ടമായിരിക്കും. അത് ഒറ്റയ്ക്കല്ല പിന്നെ ഓടുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നിൻ്റെ കൂടെ നിന്ന് ഓടുന്നത് ഇതൊക്കെ കാണും. അതൊക്കെ കൂടെ കഴിയും. മക്കളെ, അതുകൊണ്ട് മകനാണെങ്കിൽ വസിക്കുന്നത് അവൻ്റെ പ്രസൻസിലായിരിക്കും. എത്ര പേർ ആമയും പറയും? അയ്യോ ഹല്ലേലൂയ, എന്തൊരു കഷ്ടപ്പാട്. ഹല്ലേലൂയ. ദൈവ മക്കളാണോ അവൻ്റെ പ്രസൻസിൽ, അത്യുന്നതിൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിനും കീഴിൽ. ദൈവമില്ലാത്തവർ, ദൈവമക്കളല്ലാത്തവർക്ക് ഇതൊരു നിസ്സാരമായി തോന്നും. പക്ഷേ ഇത് അനുഭവിക്കുന്ന നമുക്കുണ്ടല്ലോ, അയ്യോ ഇത് ഭയങ്കര മനോഹരമാണ്. 84 സങ്കീർത്തനത്തിൽ കോരഹ പുത്രന്മാർ പാടിയ ആ 84 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എന്താ? ഒന്ന് നോക്കി. സ്തോത്രം. എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഇത് എത്ര മനോഹരം എന്ന് പറയുന്ന പുറമേയുള്ള കാഴ്ചയല്ല, അകമേയുള്ള കാഴ്ചയാണ്. ഹലോ, മനസ്സിലായോ? പുറമേ നിൽക്കുമ്പോൾ ഇതൊരു ചാക്ക് ശീല ഇട്ടിരിക്കുന്നതാണ് ഈ സമാഗമന കൂടാരം. ചാക്ക് ജൂട്ട് കളറാണ്. ജൂട്ട് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ജൂട്ട് കളർ ചുരിദാർ, ഷർട്ട് ഒക്കെ ജൂട്ട്. ഒരു വല്ലാത്ത ഒരു ഊത നിറത്തിൽ, ഒരു സന്തോഷമില്ലാതെ. അതാണ് സ്തോത്രം. അതെ, ജൂട്ട്. ദാറ്റ് മീൻസ് ചാക്കിൻ്റെ കളറ്. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ചാക്കേ ഉള്ളൂ. എന്തുവാ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? എന്നും ബൈബിൾ സ്റ്റഡി, എന്നും പ്രാർത്ഥന, എന്നും ഭക്തി എന്ന് പറയുന്ന ഒരു ചാക്ക് കളറ്. പക്ഷേ ഇതിനകത്ത് കയറുമ്പോഴാണ് കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപകലശം,
ആ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അതിലുപരി അതിനകത്തുള്ളതായ മഹത്വം കാണുമ്പോൾ, ഇതൊന്നും പുറത്തില്ല, ഇതൊക്കെ അകത്തേ ഉള്ളൂ. ഇതപ്പുറത്തെ ബാറിലില്ല, ഇതിനപ്പുറത്തെ വേശ്യാഗ്രഹത്തിലില്ല, ഇതിനപ്പുറത്തെ സിനിമാ കോട്ടയിലില്ല, അതിനപ്പുറത്തുള്ള ക്ലബിലില്ല. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ സന്നിധികൾ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ഇത് തരുവാൻ കഴിയത്തില്ല. പുറത്തേ ഉള്ളതായ ജൂട്ട് കളർ കണ്ടിട്ടല്ല, അകത്തുള്ള മനോഹാരിത കണ്ടിട്ട് ഭക്തന്മാർ വിളിച്ചു പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസ എത്ര മനോഹര. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ വസിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസൻസിലാണ്. സ്തോത്രം. എൻ്റെ ഒടുക്കം ആകണമെങ്കിൽ, ഒരിക്കൽ കൂടെ, എൻ്റെ ഒടുക്കം നല്ലതാകണമെങ്കിൽ ഞാൻ ബാങ്കിലല്ല താമസിക്കേണ്ടത്, ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് താമസിക്കേണ്ടത്. എൻ്റെ ഒടുക്കം നല്ലതാകണമെങ്കിൽ ഞാൻ അമേരിക്കയിലും UK-യിലും അല്ല താമസിക്കേണ്ടത്, ഞാൻ അവൻ്റെ സാന്നിധ്യത്തിലാണ് താമസിക്കേണ്ടത്. എൻ്റെ ഒടുക്കം നല്ലതാകണമെങ്കിൽ ഞാൻ JB മോർഗനിലോ വേറെ ഏതെങ്കിലും ഇൻഫോസിസിലോ അല്ല താമസിക്കേണ്ടത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് താമസിക്കേണ്ടത്. കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ എൻ്റെ ഒടുക്കം നല്ലതാകണമെങ്കിൽ എനിക്ക് വേണ്ടിയത് പണവും പത്രാസും അല്ല വേണ്ടിയത്, എനിക്ക് കർത്താവിൻ്റെ പ്രസൻസാണ് എനിക്ക് വേണ്ടിയത്. ഈ രണ്ട് മക്കളുണ്ടല്ലോ, ആദാം ഉറങ്ങി, യേശു കർത്താവ് ഉറങ്ങി. പ്രധാനമായി യേശുവിൻ്റെ ഉറക്കം ക്രൂശിലെന്ന് ഞാൻ പറയട്ടെ. ആദാമും ഉറങ്ങി, ആദാമിൻ്റെ ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി എന്നാണ് സ്തോത്രം പറയുന്നത്. യഹൂദ ബൈബിളിൽ ആ ഗാഢനിദ്ര എന്ന് പറയുന്നത്, ഇപ്പോൾ ഉറങ്ങാൻ പെർമിഷൻ ഇല്ല, ഞാനിത് പറയുമ്പോൾ, ആദാമിന് ദൈവം ഗാഢനിദ്ര കൊടുത്തു എന്ന് പറയുന്നത് ആൾമോസ്റ്റ് മരണത്തിന് തത്തുല്യം എന്നാണ് യഹൂദ ബൈബിൾ പറയുന്നത്. മരണത്തിന് തത്തുല്യം, അത്ര വലിയൊരു ഗാഢനിദ്ര. സഹോദരങ്ങളെ, നിദ്ര എന്ന് പറയുന്ന ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാളിനെ കണ്ടു. അയ്യോ, പേപ്പർ പോലെ ആ പുള്ളിയുടെ ഓജസ്സും തേജസ്സും എല്ലാം പോയി. ഞാൻ ചോദിച്ചു, അങ്ങളെ എന്നാ പറ്റിയത്? പുള്ളിക്ക് ഉറക്കമില്ല, കോടികളെ സ്വത്തുണ്ട്, പക്ഷെ ഉറക്കമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് സ്തോത്രം ബെഡ്റൂമിൽ കയറുന്നത് അറിയാം, പ്രാർത്ഥന പോലുമില്ല. കർത്താവേ, നീയെല്ലാം അറിയുന്നു, ഞാനിതാ മറിയുന്നു. സ്തോത്രം. തലയണ പോലും കാണണ്ട. വേറെ ചിലരുണ്ട് വണ്ടിയിൽ കയറണ്ട, അപ്പോഴേക്കും പോയി. സ്തോത്രം. ആ പാപികൾ ഞാൻ ഒന്നാമനാണോ എനിക്കറിയത്തില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്നാൽ മനസ്സിലാക്കണമേ, സ്തോത്രം, ഇവിടെ ആദാം ഉറങ്ങിയത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. ദൈവനെ ഉറക്കുകയാണ്. സ്തോത്രം. ദാറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ്. എപ്പോഴാണോ നിങ്ങൾ ആത്മവിവശതയിലേക്ക് മാറ്റപ്പെടുന്നത്, മനസ്സിലാക്കണം, നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വീണു, ഞാനും വീണു, ചുമ്മാതെ അങ്ങ് വീണു കൊടുത്തു. നോ, അതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ജെന്യുവനായിട്ടുള്ള സ്പർശനത്തിൽ നിങ്ങൾ സ്പർശിക്കപ്പെട്ടു നിലത്ത് വീഴുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ജീവിച്ചതുപോലെ നിങ്ങൾക്കൊരിക്കലും ജീവിപ്പാൻ കഴിയത്തില്ല. പ്രവാചകന്മാരുടെയും ദേവദാസന്മാരുടെയും ഒക്കെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് തത്തുല്യമായ ഒരു ഉറക്കമായിരുന്നു ആദാമിന് ദൈവം കൊടുത്തത്. ആദാമിന് ദൈവം ഗാഢനിദ്ര കൊടുത്തു. ഉറക്കത്തിന് മുൻപ് അവൻ ഒറ്റയ്ക്കായിരുന്നു. സ്തോത്രം. ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകൊണ്ട് നിനക്ക് നാരി എന്ന് പേരിടുന്നു. സ്തോത്രം. അവൻ്റെ ലോൺലിനെസ് മാറിപ്പോയി. ദൈവമായ കർത്താവ് അവനൊരു ഭാര്യയെ കൊടുത്തു. സ്തോത്രം. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവനൊരു ഭാര്യയെ കിട്ടി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതേ സെനാരിയോ തന്നെ ക്രൂസിൽ ആവർത്തിച്ചു. ആ പടയാളി കടന്നു വന്ന് സ്വന്തം തോളിൽ തലചായ്ച്ച് ഉറങ്ങിയ യേശു കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കുത്തി തുളച്ചത് നിമിത്തം ആദ്യത്തെ സർജൻ ആദാമിൻ്റെ വാരിയല്ല് നിന്ന് അവൻ്റെ ഭാര്യയെ കൊടുത്തുവെങ്കിൽ ഇവിടെ ഇതാ ചങ്ക് തകർന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകിയത് നിമിത്തം ക്രിസ്തു യേശുവിന് അവൻ്റെ ഭാര്യയെ, ഞാനതിന് പറയട്ടെ, അവൻ്റെ മണവാട്ടിയെ അവന് ലഭിക്കുകയുണ്ടായി. അവൻ്റെ മണവാട്ടിയെ ലഭിക്കുകയുണ്ടായി. ഹല്ലേലൂയ. നീ ജനിച്ചത് ഏതോ കൺവെൻഷൻ പ്ലാറ്റ്ഫോമിലല്ല, നീ ജനിച്ചത് ഏതോ ക്രൂസൈഡ് ഗ്രൗണ്ടിലല്ല,
നീ ജനിച്ചത് രക്തത്തിലും വെള്ളത്തിലും. രക്തമെന്നത് യേശുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം. വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതെ, വെള്ളത്തിലും ആത്മാവിലും വീണ്ടെടുപ്പ്, വീണ്ടും ജനനം നടക്കുന്നുവെന്ന് യേശു കർത്താവ് നിക്കോദീമോസിനെ പഠിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. അതെ, യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത് നിമിത്തം അവനും ദൈവകൃപയാൽ എന്തോ ലഭിച്ചു? സ്തോത്രം, മണവാട്ടിയെ ലഭിക്കുകയുണ്ടായി. രണ്ടുപേർക്കും മണവാട്ടിയുണ്ട്. ആദാമിൻ്റെ മണവാട്ടിയുടെ പേര് അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ഹവ്വ. യേശു കർത്താവിൻ്റെ മണവാട്ടിയുടെ പേര് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യം. സ്തോത്രം. അതെ, അവൻ തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ വിശുദ്ധീകരിക്കേണ്ടത്. അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും 27-ാം വാക്യം, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്. ആരാണ് ഈ അവൾ എന്ന് പറയുന്നത്? 1-ാമത്തെ ലൈനിൽ നമ്മൾ വായിച്ചു കേട്ടു. സഭ. ശബ്ദമുയർത്തി സ്വന്തം കരം മാർബോട് ചേർത്ത് വെച്ച് പറഞ്ഞ ഞാനാണ്. അപ്പോൾ സഭ. സ്തോത്രം. അപ്പോൾ ആദാമിൻ്റെ ഒരു മണവാട്ടിയുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട്, അവളുടെ പേരാണ് ഹവ്വ. സ്തോത്രം. യേശു കർത്താവിൻ്റെ മണവാട്ടിയുണ്ട്, വധുവുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട്, അവളുടെ പേരാണ് സഭ. അപ്പോൾ ആ കുടുംബത്തെ ആദ്യമായി ദൈവമായി കർത്താവ് ആക്കി വെക്കുമ്പോൾ ആ ഭവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇതാണ്. സ്തോത്രം. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ലോകത്തിൽ നിറഞ്ഞ് സകലതയെ അടക്കി വാഴുവേൻ. 4 പദങ്ങളാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി, അടക്കി, നിറഞ്ഞ് അതിന്മേൽ വാഴുക. സ്തോത്രം. ദൈവം ആ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിച്ചത് ഒരു ഹോളി സൊസൈറ്റിയാണ്, ഒരു വിശുദ്ധ സമൂഹമാണ് ദൈവം കണ്ടത്. ഇതുപോലെ ക്രിസ്തു യേശുവിൻ്റെ സഭയെക്കുറിച്ച് കർത്താവ് കണ്ടത് നീ മാത്രം, അയ്യോ ഞാൻ മാത്രം അനുകരിക്കപ്പെടണം, ഞാൻ മാത്രം നന്നാകണം, എനിക്ക് മാത്രം സ്വർഗത്തിലെത്തണം, എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രം എല്ലാം കിട്ടണം എന്ന് പറയുന്ന സെൽഫിഷ് മോട്ടോ അല്ല. ഈ പുസ്തകത്തിൽ സ്വാർത്ഥതയില്ല. നല്ലൊരു ആമ എല്ലാവരും പറഞ്ഞ് എന്നെ ആകണം. ഈ സ്തോത്രം. അതേ, പുസ്തകത്തിൽ സ്വാർത്ഥതയില്ല. സ്വാർത്ഥത എന്നത് ആത്മാവിൻ്റെ ഫലം അല്ല. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോഴാണ് അവൻ്റെ ജീവിതം നന്നായത്. ലൈഫ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ വല്ലവരൊക്കെ സ്നേഹിക്കണം, വല്ലവരോടൊക്കെ സംസാരിക്കണം, വല്ലവരുടെയും തോളിൽ കൈയിടണം, നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. സ്തോത്രം. സെയിം ടൈം ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടം വാങ്ങാനും പോകല്ല, കടം കൊടുക്കാനും പോകല്ല. അതും കൂടെ പറയട്ടെ, മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കടം വാങ്ങാനും പോകല്ല, കടം കൊടുക്കാനും പോകല്ല. 2 പേരെ തൊട്ട് പറ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. പെട്ടെന്ന് പറഞ്ഞേ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. നീ കടം കൊടുക്കുന്നെങ്കിൽ പെട്ടു, നിൻ്റെ പരിപാടി പോയി. ഹല്ലേലൂയ. ഇവിടെ കടം കൊടുക്കാനും കടം വാങ്ങാനുമല്ല ഇവിടെ വരുന്നത്. കള്ളന്മാരുടെ ഗുഹയാക്കി ദൈവത്തിൻ്റെ സഭയെ ഒരിക്കലും തീർക്കല്ല. നമ്മൾ വരുന്നത് കർത്താവിനെ അറിയാനും കർത്താവിൽ വളരാനും കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. അപ്പോൾ 2 പേരും ആദാമും യേശുവും സ്തോത്രം ആരാണ്? കർത്താവിൻ്റെ മക്കളായിരുന്നു. 2 പേരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ചു. 2 പേരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ 2 പേർക്കും സ്തോത്രം അതേ മണവാട്ടികളെ കിട്ടി എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇപ്പോൾ ഉറങ്ങിയ മണവാട്ടിയെ കിട്ടും, വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് ആരും ഉറങ്ങല്. അവിടെ സിമിലാരിറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവർ തമ്മിലുള്ളതായ വ്യത്യസ്തതകളുണ്ട്. അവിടെ സിമിലാരിറ്റിയേക്കാൾ, ആദാമിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സിമിലാരിറ്റിയേക്കാൾ ഏറ്റവും കൂടുതൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത് അവർ തമ്മിലുള്ളതായ വ്യത്യാസങ്ങളാണ് അധികമായി കാണുവാൻ ഗുണം കഴിയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-45. 1 കൊരിന്ത്യർ 15:45 വായിക്കുമ്പോൾ, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള, എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കുക. റെഡി, 1 2 3. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 1-ാമത്തെ ആള് ജീവനുള്ള ദേഹിയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ദേഹി, പ്രാണൻ. സ്തോത്രം. അതെ, സോൾ. 1-ാമത്തെ ആള് സോളായിരുന്നു. 2-ാമത്തെ ആള് സ്പിരിറ്റാണ്.
ഒന്നാമത്തെ ആള് സ്തോത്രം അതെ സോളാണ്, രണ്ടാമത്തെ ആള് സ്പിരിറ്റാണ്. മനസ്സിലായോ? സ്തോത്രം അതെ സോളിഷ് ആയിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ സ്തോത്രം അതെ സോളിഷായി മനസ്സിൽ തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്. മനസ്സിൽ തോന്നുന്നത് പോലെയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കൺട്രോൾ ടവർ ഒരിക്കലും നിങ്ങളുടെ മനസ്സാകല്ല. മനസ്സ് അനുസരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ മനസ്സിലാക്കുക, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുന്നത് തലയാകല്ല്, സോളാകല്ല്, പ്രാണനാകല്ല്, പകരം നിങ്ങളുടെ ആത്മാവായിരിക്കണം. സ്തോത്രം. തലയിൽ നിന്ന് ഉയരുന്ന പല ചിന്തകളുണ്ടായിരിക്കും. ആ ചിന്തകൾ കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, സങ്കല്പങ്ങൾ കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, വിചാരങ്ങൾ കൊണ്ടല്ല ജീവിക്കേണ്ടത്. സങ്കല്പങ്ങളും വിചാരങ്ങളും കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. 2 കൊരിന്ത്യർ 10:4-5 സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും നിങ്ങൾ ഇടിച്ചു കളയണം. സങ്കല്പങ്ങളെ വിചാരങ്ങളെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ഒരു ഹാലൂസിനേഷനിലാണ്, ഒരു മാനസിക വിഭ്രാന്തിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഹലോ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം മാനസികമായി ജീവിക്കുന്നതല്ല, ബുദ്ധിയിൽ ജീവിക്കുന്നതല്ല, മനസ്സിൽ ജീവിക്കുന്നതല്ല, സ്പിരിച്വൽ ആത്മാവിൽ ജീവിക്കുന്നതാണ്. മനസ്സിൻ്റെ വിഭ്രാന്തിയല്ല ആത്മീയത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, അടച്ചിട്ട റൂമിൽ എനിക്ക് സ്തോത്രം അതെ ഇരിക്കുന്നത് ഭയമാണ്, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല, ഞങ്ങൾ കുടുംബമായി ആണെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ, എനിക്ക് പേടിയാണ്. സ്തോത്രം. വിഭ്രാന്തി, മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. പാവം. വേറൊരാൾ പറഞ്ഞു, ഞാൻ പ്ലെയിനിൽ കയറത്തില്ല, പ്ലെയിൻ ഇറക്കുമ്പോൾ ശ്വാസം മുട്ടിപ്പോകുമോ എന്ന് വിചാരിച്ചു. ഭർത്താവ് കുവൈറ്റിനാണ്, പുള്ളി അവിടെ ഇരുന്നോട്ടെ, 2 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കാണാം. ഞാൻ അതെ മുടവപ്പാറ ഞാൻ താമസിച്ചോളാം. പുള്ളിക്കാരി വർഷങ്ങൾ മുടവപ്പാറയിൽ താമസിച്ചു. പിന്നെ അവസാനം പ്രാർത്ഥിച്ച് ആ ഭൂതത്തെ ഇറക്കി വിട്ട് ഇപ്പോൾ കുവൈറ്റിലല്ല, ഇപ്പോൾ കാനഡയിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. ഫിലോമിന ആൻറ്റിക്കാണ് എൻ്റെ അടുക്കലേക്ക് അവരെ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മോനറിയാതിരിക്കുക ആൻറ്റിക്ക്. സ്തോത്രം. അതെ, ജറിക്കറിയാം ആൻറ്റിയെ. സോ ബുദ്ധിയിൽ അനുസരിച്ച് ജീവിക്കുന്നവർ, നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണോ? തോറ്റു. നിങ്ങളുടെ ഒടുക്കം തോറ്റു. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിനെ ഓഫ് ചെയ്യണം. ഇവിടെ വേറൊരു സ്വിച്ച് ഉണ്ട്, അതിനെ ഓൺ ചെയ്യണം. നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് തോറ്റു. നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് ജയിച്ചു. ഇതനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങളൊരു ഹെലികോപ്റ്ററാണ്, നിങ്ങൾ പറക്കുന്നത് എല്ലാവർക്കും കാണാം. ഇതനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ റോക്കറ്റാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ പോകുന്നത് കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ പടത്തിൽ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. പടത്തിൽ കണ്ടിട്ടുണ്ട്. പടത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതെന്നാണ് പറയുന്നത്, പക്ഷെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ശത്രുവിൻ്റെ മുമ്പിൽ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ പോലെയായിരിക്കും. അവന് തൊടാൻ കഴിയാത്ത, അവന് കാണാൻ കഴിയാത്ത ലെവലിലാണ് സ്പിരിച്വൽ മാൻ ദൈവകൃപയാൽ ജീവിക്കുന്നത്. ആർക്കും ഒരു ദിവസം എഴുന്നേറ്റ് വന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നലെ രാത്രി ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ മൂക്കുത്തിമലയുടെ മുകളിലൂടെ പോയപ്പോൾ ഞാൻ കല്ലെടുത്തെറിഞ്ഞ് അതിൻ്റെ 2 മറ്റേ കാര്യാദികളെ ഞാൻ പൊട്ടിച്ചു. നീ കല്ലെറിഞ്ഞാൽ അത് കൊള്ളത്തില്ല മക്കളെ, അതിൻ്റെ ഉയരത്തിലാണ് പോകുന്നത്. എന്താ ഞാൻ പറയുന്നത്? ഒരു ദുരാത്മാവിന് തൊടാൻ കഴിയാത്ത റേഞ്ചിൽ ജീവിക്കുന്നവൻ്റെ പേരാണ് സ്പിരിച്വൽ മാൻ. സോ ഒരു സ്പിരിച്വൽ മാൻ എങ്കിൽ, ഒരു ആത്മീയനെങ്കിൽ, ജീവിപ്പിക്കുന്ന ആത്മാവാക്കുന്ന ഒടുക്കത്തെ ആദാമിൻ്റെ യേശുവിൻ്റെ ലെവലിൽ, ഒടുക്കത്തെ ആദാമാക്കുന്ന യേശുവിൻ്റെ ലെവലിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ആത്മീയരായി ജീവിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, നിങ്ങൾ കൂടെ പഠിച്ചവരെ പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ അയൽവാസികളെ പോലെയല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ ബന്ധുക്കളെ പോലെയല്ല നിങ്ങൾ ജീവിക്കുന്നത്, അവർ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. ഹലോ, അവർ കാണുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്, അവർ ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ആ റൂമിലേക്ക് കയറി ചെന്ന് 2 കൊച്ചു വർത്താനം പറയുമ്പോൾ അവർ പറയും, അയ്യോ ഇങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ പേരാണ് അതെ ബുദ്ധിയുടെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും. ഹല്ലേലൂയ. ഒരാളെ ലോട്ടറി ടിക്കറ്റ് കിട്ടിയ 50 ലക്ഷമാണോ 5 കോടിയാണോ എനിക്കറിയത്തില്ല, പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ പോയി. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ പോയി. സോളിഷ് മാൻ. എത്രയെത്രയോ അവസരങ്ങൾ പലർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. എത്രയോ സ്തോത്രം വാതിലുകളെ ദൈവം തുറന്നിട്ടു. എന്നേ നന്നാകേണ്ടതായിട്ടുള്ള ജീവിത ശൈലികളെ ദൈവം കൊടുത്തു. പലതും കളഞ്ഞു കുളിച്ച് അവസരങ്ങൾ പോയി. പ്രായം കൂടി, വർഷങ്ങൾ പോയി.
സ്തോത്രം. കൂടെ പഠിച്ചവരൊക്കെ എന്തിയേ? അവരെത്രയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയോജനപ്പെട്ടു, എത്രയോ എസ്റ്റാബ്ലിഷായി. പക്ഷെ നമ്മളിന്ന് സ്പിരിച്വൽ എന്ന് പറഞ്ഞ് കുറ്റി അടിച്ച് കെട്ടിയിരിക്കുന്നതായ ഒരു 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 നാൽക്കാലിയെ പോലെ, ഞാൻ അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കട്ടെ, കുറ്റി അടിച്ച് കെട്ടിയിരിക്കുന്ന ഒരു കുതിരയെപ്പോലെ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നെങ്കിൽ നിന്നെ സ്റ്റക്കാക്കിയിരിക്കുന്ന സോളാണ്. കമാൺ, ഇന്ന് രാത്രി അത് പൊട്ടി തന്നെയാകണം. സ്പിരിച്വലി നിങ്ങൾ സ്വതന്ത്രമാകണം. മനസ്സിലാകുന്നു? അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലിയ ദൂരമെന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരമല്ല, സ്തോത്രം, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരമല്ല, രണ്ട് കോണ്ടിനെൻ്റ്, രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരമല്ല. ഏറ്റവും വലിയ അകലമെന്ന് പറയുന്നത് അതേണ്ട ഈ സോളും ഈ സ്പിരിറ്റും തമ്മിലുള്ള അകലമാണ്. ഈ തലയും ഈ ആത്മാവും, ഈ പ്രാണനും ഈ ആത്മാവും. പ്രാണനിലല്ല പ്രസംഗം കേൾക്കേണ്ടത്, വചനം ഉൾക്കൊള്ളേണ്ടത് സ്പിരിറ്റിലായിരിക്കണം, ആത്മാവിലായിരിക്കണം. നിങ്ങൾ പ്രാണനിൽ നടക്കൻ എന്നല്ല വേദപുസ്തകം പറയുന്നത്. ആത്മാവിൽ നടപ്പിൻ, ആത്മാവിൽ ചിന്തിപ്പിൻ, ആത്മാവിൽ വിവേചിപ്പിൻ. ആത്മീയൻ, സ്തോത്രം, പ്രാണനിലല്ല കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്, ആത്മാവിലാണ് എടുക്കുന്നത്. യേശു കർത്താവ് ആത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിൽ നടത്തി. പിന്നെ അവൻ നടന്നത് മുഴുവൻ ആത്മാവിലാണ്. പിന്നെ അവൻ കാര്യങ്ങൾ തീരുമാനിച്ച മുഴുവൻ ആത്മാവിലാണ്. പിന്നെ അവൻ മുഴുവൻ മുന്നോട്ട് പോയത് ആത്മാവിലാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരിടത്ത് പോലും എൻ്റെ യേശുപ്പച്ചനെ ഇടറിയില്ല. യേശു ഇടറിയില്ലെങ്കിൽ നിങ്ങളും ഇടറത്തില്ല. യേശു ജയിച്ചെങ്കിൽ നിങ്ങളും ജയിക്കും. ഇടയ്ക്കിടയ്ക്ക് ക്രൂശുമായി വീണ് കാണും, പക്ഷേ ചെയ്യേണ്ടത് മുഴുവൻ അവൻ ചെയ്തു തീർത്തു. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യേണ്ട സമയത്ത് അവൻ ചെയ്ത് തീർത്തെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഇന്ന് രാത്രി ദൈവകൃപകൾ സംഭവിക്കണം. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിങ്ങൾക്ക് തിരികെ തരണം. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിങ്ങൾക്ക് തിരികെ തരണം. വേദപുസ്തകത്തിലൊരു വാഗ്ദത്തമാണ്, ഞാൻ നിൻ്റെ പിന്നോട്ട് ഇറങ്ങിച്ചെന്ന് നിന്റെ നഷ്ടപ്പെട്ട സമയത്തെ ഞാൻ നിനക്ക് റെഡീം ചെയ്ത് തരാം. ഞാൻ പിന്നോട്ട് ഇറങ്ങിച്ചെന്ന് എൻ്റെ നഷ്ടപ്പെട്ട സന്ദർഭങ്ങളെ ഞാൻ നിനക്ക് റെഡീം ചെയ്ത് തരാം. ഞാൻ എമിറേറ്റ്സിൻ്റെ ഫ്രീക്വൻറ്റ് ഫ്ലയറാണ്. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. കൂടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. സ്തോത്രം. സ്കൈ വാർഡ്സ് എന്നാണ് അതിൻ്റെ ആ ക്ലബിൻ്റെ പേര്. 55,000 മൈൽസ് ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ വിഷണനായി. ഞാൻ കണ്ടപ്പോഴേക്കും 2-3 മെയിൽ വന്നു, പക്ഷേ ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നെ വന്നപ്പോഴേക്കും എൻ്റെ ഡേറ്റ് കഴിഞ്ഞു. പക്ഷേ എൻ്റെ നല്ലൊരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, റജയ്, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, 55,000 മൈൽസ് അത് നഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നോ പ്രോബ്ലം, റെഡീം ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. ഞാൻ അതിൻ്റെ ഒരു കീ പേഴ്സണാണ്. ഞാനൊരു കീ പേഴ്സൺ ആയതുകൊണ്ട് എനിക്കത് റെഡീം ചെയ്ത് തരാൻ കഴിയും. ആ കാർഡും കൊടുത്തൊരു 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൗണ്ടറിന് മുന്നിലെത്തിയപ്പോൾ റെഡീം ചെയ്ത് പുറത്ത് കൊടുത്ത പോലെ ഇന്ന് ഈ ദിവസം ഇതാ ഒരുവൻ്റെ കൗണ്ടറിൻ്റെ മുൻപിൽ ആരോ നിൽക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങളൊന്ന് റെഡീം ചെയ്ത് തിരിച്ചു തരണമേ. സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ചില വർഷങ്ങളെ, ചില സീസൺസിനെ എനിക്ക് റെഡീം ചെയ്ത് തിരിച്ചു തരണമേ. കാരണം ഞാൻ സോളിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നഷ്ടം സംഭവിച്ചു. ഞാൻ സോളിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ, ഞാൻ പ്രാണനിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നഷ്ടം സംഭവിച്ചു. സോളിഷ് മാൻ, ശേഷം മനുഷ്യനെ പോലെ രക്ഷിക്കപ്പെടാത്ത മറ്റു മനുഷ്യരെ പോലെ ഞാൻ ചിന്തിച്ചു. ദൈവമില്ലാത്ത മറ്റുള്ളവരെ പോലെ ഞാൻ പെരുമാറി. നോ, എനിക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. കാരണം അവർക്കില്ലാത്തൊരു രക്ഷകൻ എനിക്കുണ്ട്, അവർക്കില്ലാത്തൊരു പ്രമാണം എനിക്കുണ്ട്, അവർക്കില്ലാത്തതൊരു ആത്മാവ് എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ സോളിലല്ല ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാൻ സ്പിരിറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരാ കോളേജിൽ പഠിച്ചു, ഞാനും പഠിക്കട്ടെ. അവരാ രാജ്യത്ത് പോയി, ഞാൻ എൻ്റെ പോകട്ടെ. അവരാ അങ്ങനെയായി, ഞാനും ഇങ്ങനെയാകട്ടെ. നോ, നീ സൈഡിൽ നിൽക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല നീ ജീവിക്കേണ്ടത്. നീ കർത്താവ് പറയുന്ന ഒരു കർത്താവുണ്ട്. നിൻ്റെ ലൈഫിൻ്റെ ഓണർ അപ്പുറത്തെ ഏജൻസിയിലല്ല, സ്വർഗത്തിലെ ദൈവത്തിലാണ്. ദൈവം പറയുന്നത് പോലെയാണ് നീ ജീവിക്കേണ്ടത്. സ്തോത്രം. അതെ, ഒരുവൻ ജീവനുള്ള ദേഹിയായിരുന്നു, മറ്റവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ആത്മാവിൽ നമുക്കായിരിക്കാം. ആദ്യത്തെ ആൾ, ഒന്നാമത്തെ ആദാം നാച്ചുറലാണ്, സ്തോത്രം, പ്രാകൃതനാണ്. പക്ഷേ രണ്ടാമത്തെ ആൾ സ്പിരിച്വലാണ്. 1 കൊരിന്ത്യർ 15:46 മക്കളെ. 1 കൊരിന്ത്യർ 15:46. 1 കൊരിന്ത്യർ 15:46 ഏദൻ തോട്ടത്തിൽ ആദാം പ്രാകൃത മനുഷ്യനത്രേ.
സ്തോത്രം. എന്നാൽ യേശു കർത്താവ് പ്രാകൃതനല്ല, അവൻ ആത്മീയനാണ്. സ്തോത്രം. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? ആത്മീയം പിന്നത്തേതിൽ വരുന്ന. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ വായിച്ച ആ വാക്യം, 46 വാക്യം. റെഡി, 1 2 3. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ആത്മീയം പിന്നത്തേതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പിന്നത്തേതിൽ വരുന്ന. പ്രാകൃതമായവനായിരുന്നു, സ്തോത്രം, അതേ, ഒന്നാമത്തവനായ ആദാം. അവൻ പ്രാകൃത മനുഷ്യനായെന്ന്. എന്താ പ്രാകൃത മനുഷ്യൻ? എങ്ങനെയാണ് അവൻ പ്രാകൃത മനുഷ്യനായത്? പ്രാകൃതൻ ദൈവം പറയുന്നത് അനുസരിക്കത്തില്ല. ദൈവം പറയുന്നത് അനുസരിക്കാത്തവൻ്റെ പേരാണ് പ്രാകൃതൻ. ആ വാക്യം കൂടെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14 വാക്യം. 1 കൊരിന്ത്യർ 2:14. 1 കൊരിന്ത്യർ 2:14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവനതിന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. 14-ാം വാക്യം. റെഡി, 1 2 3 വായിക്ക്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അടുത്തിരിക്കുന്നവരെ നോക്കി ചോദിക്കുക, എത്ര കൈക്കൊണ്ടിട്ടുണ്ട്? മൂത്തോക്ക് കൈക്കൊണ്ടിട്ടുണ്ടോ? ചോദിക്കുക കൈക്കൊണ്ടിട്ടുണ്ടോ? ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ടോ? അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാകൃതന്മാരെന്നാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ആ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ എന്ത് ചെയ്യല്? പറ, തിന്നല്ലെന്ന് പറഞ്ഞു. പക്ഷെ തിന്നല്ലെന്ന് പറഞ്ഞത് അവൻ കൈനീട്ടി തിന്നപ്പോഴേക്കും ഗ്ലോറിയിൽ വസിച്ചവൻ പ്രാകൃത മനുഷ്യനായിപ്പോയി. ഇന്ന് ഇരിക്കുന്നത് സഭയിലായിരിക്കാം, കേൾക്കുന്നത് നല്ല ബൈബിൾ സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല പ്രൊഫറ്റിക് വോയിസ് ആയിരിക്കാം. നീ എത്രത്തോളം കിൻഡൽ കണക്കിനും കിലോ കണക്കിനും കേൾക്കുന്നു എന്നതല്ല, എത്രത്തോളം അനുസരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും സ്വർഗം നമുക്കായി തുറക്കുന്നത്. അപ്പോൾ എന്തോ മനസ്സിലായി? ഇത് പറയാനുള്ളതുമല്ല, പറ, ഇത് കേൾക്കാനുള്ളതുമല്ല. ഒരിക്കൽ കൂടെ, ഇത് പറയാനുള്ളതല്ല, പറഞ്ഞാട്ടെ, ഇത് കേൾക്കാനുള്ളതുമല്ല. പിന്നെ എന്തിനാണുള്ളത്? ശൈലാൻറ്റി പറഞ്ഞു, പ്രാപിക്കാനല്ല, അനുസരിക്കാനുള്ളത്. ആൻറ്റി, അനുസരിക്കാനുള്ളതാണ്. ഈ പുസ്തകം മുഴുവൻ ആരെങ്കിലും എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ അനുസരിച്ചാണ് പ്രാപിച്ചത്. അനുസരിച്ചു. സ്തോത്രം. ഞാനത് വീണ്ടും പറയും. അപ്പോൾ പ്രാകൃതനായിരുന്നു, സ്തോത്രം, അനുസരണക്കേട് കാണിച്ചതായ ഒന്നാമത്തെ മനുഷ്യൻ അവൻ പ്രാകൃതനായിരുന്നു. അവൻ ഏത് ദൈവത്തിൻ്റെ ദൂത് കേട്ടാലും പ്രാകൃത മനുഷ്യൻ അവൻ കൈക്കൊള്ളത്തില്ല. ആമേൻ പറഞ്ഞ്, അയ്യോ അത് എനിക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കത്തില്ല. ആരാണോ ദൈവത്തിൻ്റെ ദൂതിനെ കൈക്കൊള്ളാതെ വിട്ടുകളയുന്നത് നഷ്ടം അവനായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, ശമര്യയുടെ പതിവാദിക്കൽ നിന്നിട്ട് ക്ഷാമത്തിന്മേൽ ക്ഷാമം നിറഞ്ഞിരിക്കുന്ന ശമര്യ പട്ടണത്തെ നോക്കി എലീശ ഇങ്ങനെ ഒരു സ്തോത്രം വാക്ക് പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമര്യയുടെ ക്ഷേമമാകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞ വാക്കല്പം വ്യത്യാസമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ സംഭവം അറിയാം. എലീശ പറഞ്ഞു, നാളെ ഈ നേരത്ത് ഈ പട്ടണത്തിൻ്റെ സ്ഥിതി മാറുവാൻ വേണ്ടി പോകുന്നു. ആരും മിണ്ടുന്നില്ലയോ? ഒരു പട്ടണത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റിയെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ഥിതിയെയും ഒരു കുടുംബത്തിൻ്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒരു പട്ടണത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയെ 24 മണിക്കൂർ കൊണ്ട് ദൈവത്തിന് മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ഥിതിയെ എത്രയധികം ദൈവത്തിന് മാറ്റാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻ? സ്തോത്രം. അടുത്തെന്ന് വന്നതായ രാജാവിൻ്റെ അകമ്പടി നായകൻ ചോദിച്ചു, യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലെങ്കിലും ഇത് നടക്കുമോ? എത്ര സെൻറ്റിമീറ്റർ തുറന്നാൽ ഇത് നടക്കും? എത്ര ഡെസിമീറ്റർ തുറന്നാൽ ഇത് നടക്കും? എത്ര ഫീറ്റ് തുറന്നാൽ നടക്കും? എത്ര മീറ്റർ തുറന്നാൽ നടക്കും എന്ന് അളന്നവനുണ്ടല്ലോ, അളന്നവൻ. ദൈവം പറഞ്ഞ ദൂതിനെ അളന്നവൻ. ഓ കമാൺ. ദൈവം പറഞ്ഞ ദൂതിനെ അളക്കുന്നവർ വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞായറാഴ്ച വരുന്നുണ്ട് കേട്ടോ. ദൈവം പറഞ്ഞ ദൂതിനെ അളക്കുന്നവരെ അല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. എത്ര സെൻറ്റിമീറ്റർ എത്ര ഡെസിമീറ്റർ തുറക്കുമെന്ന് പറഞ്ഞ് അളക്കുന്നവരല്ല, അളന്നവനെ ജനം ചവിട്ടിക്കളഞ്ഞു. അവനെ നോക്കിയാണ് പ്രവാചകൻ പറഞ്ഞത്, നീ കാണും, അത് അനുഭവിക്കുകയില്ല. ഓ കമോൺ, എന്തോ ഒരു ദുഃഖം. നമ്മളെ കാണാനല്ല, നമ്മളെ അനുഭവിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നു. പ്രാകൃത മനുഷ്യൻ കാണും, അനുഭവിക്കുകയില്ല. ആദാം കണ്ടു മഹത്വം, പക്ഷെ എന്നെന്നും അവിടെ അനുഭവിക്കാൻ കഴിഞ്ഞോ? നോ.
കണ്ടിട്ട് ഒന്ന് കയറി അങ്ങ് ഇറങ്ങി, ഒന്ന് കയറിയത് മറിഞ്ഞു, ഒന്ന് ഇറങ്ങിയത് പറഞ്ഞു, പിന്നെ മുഴുവൻ ദുരിതത്തിലാണ് ജീവിച്ചത്. സ്തോത്രം. ആ ഗതികേട് നമുക്ക് ഉണ്ടാകല്ലേ. പകരം ഈ ജീസസിനെ ഒന്നാമത്തെ പ്രാകൃത മനുഷ്യൻ ദൈവാലോചന അവൻ കൈക്കൊള്ളുന്നില്ല. നിങ്ങളെ ആരംഭത്തെക്കാൾ ഒടുക്കം നല്ലതായി തീരുവാൻ ദൈവം ഒരു വാക്ക് നിങ്ങളോട് പറയുമ്പോൾ അത് ഒരു പ്രസംഗമാകട്ടെ, ഒരു പ്രവചനമാകട്ടെ, ഒരു പാട്ടിലൂടെ ആകട്ടെ, മാക്സിമം നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന റൂമിലാണ്. ദാസനിലൂടെ സംസാരിക്കണമേ, ദാസിയിലൂടെ സംസാരിക്കണമേ. നോ, എൻ്റെ അപ്പൻ ഭയങ്കര മര്യാദക്കാരനായതുകൊണ്ട് അവൻ നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദാസനിലൂടെ ദാസിയിലൂടെ ദൈവം സംസാരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ 99.99% ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കട്ടെ. അതിനായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ, അതിനായി നിങ്ങളുടെ ചെവികൾ തുറക്കട്ടെ. ഡയറക്റ്റ് നേരിട്ടായി ദൈവം സംസാരിക്കട്ടെ. എൻ്റെ ദാസനായ മോശയോ, ഞാൻ അവനോട് മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല സംസാരിച്ചത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അവനോട് ഞാൻ മൗത്ത് ടു മൗത്ത് ആൻഡ് ഫേസ് ടു ഫേസ്, മുഖാമുഖമായി നേരിട്ടാണ് ദൈവം അവനോട് സംസാരിച്ചത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഇവിടെ ഒരു അനുജനും ഒരു ചേട്ടനുണ്ട്. വന്നത് തുടങ്ങി എന്തൊരു സംസാരം നോക്ക്, എന്തൊരു സംസാരം. ഇവിടെ ഡെഡ് ബോഡി എഴുന്നേറ്റ് വന്നാലും അവറ്റകൾ സംസാരിക്കും. സ്വർഗത്തിൽ നെത്തി ഇറങ്ങിയാൽ അവന്മാർ സംസാരിക്കും. കാര്യം എന്താ? അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. എന്തോ ഞാൻ പറഞ്ഞു, അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അവർക്ക് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ തമ്പുരാൻ എത്ര വലിയ സ്നേഹമായിരിക്കും ഉള്ളത്. ദൈവം നിന്നോട് നേരിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കെട്ടുകണക്കിന്, സൂട്ട് കേസിലിരിക്കുന്ന കെട്ടുകണക്കിന് നോട്ട് കെട്ട് കളയുന്നതിനേക്കാൾ വലിയ അബദ്ധമാണ് ദൈവം പറയുന്നതായ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ദൈവം പറയുന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് വലിയ ബുദ്ധിമോശമാണ്, വലിയ നഷ്ടമാണ്. അബ്രഹാമേ ഭാര്യയുടെ മേൽ കൈവെക്കല്ല്. അബ്രഹാം അത് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ, അബ്രഹാം അത് തിരിച്ചറിയാതിരുന്നെങ്കിൽ, അബ്രഹാം അത് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ, തിരിച്ചറിയാതിരുന്നെങ്കിൽ, ചെറുക്കനെപ്പ ചാര കൂമ്പാരമായി എന്ന് ഓർത്താൽ മതി. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ വചനം കൈക്കൊള്ളുന്നില്ല. ഇന്ന് രാത്രി ആരോ പറയട്ടെ, അടിയനോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ GPS എനിക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ദുഷ്ട ലോകത്തിൽ ഞാൻ റൂട്ട് തെറ്റും. ഒത്തിരി ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടു കാണും, ഒത്തിരി പേരുടെ കൂടെ നടന്നും കാണും. പക്ഷേ ഓരോ സെക്കൻഡ് അത് എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഒടുക്കത്തിൻ്റെ ആദാമിന് തത്തുല്യമായി ജയിപ്പാൻ, ആരംഭത്തേക്കാൾ ലൈഫ് നല്ലതാകാൻ, കഴിഞ്ഞ തലമുറയേക്കാൾ ഈ തലമുറ നല്ലതാകാൻ, നിൻ്റെ അമ്മയ്ക്ക് പറ്റിയത് അപ്പന് പറ്റിയത് നിനക്ക് പറ്റാതെ, ജീവിതത്തിൻ്റെ താഴ്വരകൾ കിടന്ന് പിടയാതെ, ജീവിതത്തിൻ്റെ മേടുകൾ ഉയർന്നു നിൽക്കുവാൻ നിനക്ക് ആവശ്യം ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ്. ഹല്ലേലൂയ. വീണ്ടും സ്തോത്രം. അതെ, ഒന്നാം ആദവും ഒടുക്കത്തെ ആദവും. 1 കൊരിന്ത്യർ 15:47. 1 കൊരിന്ത്യർ 15:47. 1 കൊരിന്ത്യർ 15:47 പറയുന്നു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. എർത്തലി ആൻഡ് ഹെവൻലി. ഒന്നാം മനുഷ്യൻ അവൻ സ്തോത്രം ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്തോത്രം സ്വർഗത്തിൽ നിന്നുള്ളവൻ. എർത്തലി ആൻഡ് ഹെവൻലി. ഒരു ലോങ് ലിസ്റ്റ് സ്തോത്രം വേദപുസ്തകത്തിൻ്റെ പേജസിൽ നിന്ന് പറയുവാൻ തക്കണം കഴിയും. 2 പേരെക്കുറിച്ച് പറയുകയാണ്. ഒരാൾ ഭൗമികൻ, മറ്റൊരുത്തൻ സ്തോത്രം അതെ സ്വർഗീയൻ. ആത്മീയൻ അല്ലെങ്കിൽ സ്വർഗീയൻ. ഒരുവൻ ഭൗമികൻ, മറ്റൊരുവൻ ആത്മീയൻ. ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം, നിങ്ങൾ ഒരു പന്തം വെച്ചിരിക്കുന്ന ഒരു കുടം പോലെയാണ് നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം. പന്തം വെച്ചിരിക്കുന്ന ഒരു കുടം. പുറമേ നോക്കുമ്പോൾ ഒരു കുടമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ കുടമല്ല നിങ്ങൾ, യഥാർത്ഥ നിങ്ങൾ അതിനകത്ത് ജ്വലിക്കുന്ന ഒരു പന്തമുണ്ട്. റൈറ്റ്. സ്തോത്രം. ജ്വലിക്കുന്ന ഒരു പന്തമുണ്ട്. നിങ്ങളെ നയിക്കുന്നതും നടത്തുന്നതും കാര്യാദികൾ തീരുമാനിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്തോത്രം ചിത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ പുറമേ കാണുന്ന കുടമല്ല, അത് മണ്ണാണ്. കുടം മണ്ണാണ്. പക്ഷെ അകത്തിരിക്കുന്ന ഒരു കത്തുന്ന ആത്മാവുണ്ട്, അത് സ്വർഗീയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസഹാക്കും ഇഷ്മായേൽ
മണ്ണിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഇസഹാക്ക് സ്വർഗീയനെ പ്രതിനിധീകരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഏശാവ് മണ്ണിനെ നോക്കി നടന്ന വേട്ടക്കാരനായിരുന്നു. ഹലോ, ഏശാവ് മണ്ണിനെ നോക്കി നടന്ന ഒരു വേട്ടക്കാരനായിരുന്നു. ഈ ഞായറാഴ്ച കേൾക്കും. പക്ഷേ യാക്കോബ് അറ്റം കാണാത്ത ഗോവേണിയുടെ അറ്റം കാണുന്നു, അറ്റം എന്തി, എൻ്റെ അറ്റം എന്തി എന്ന് പറഞ്ഞ് അവൻ ഭൂമിയിലേക്ക് നോക്കി നടന്നവനല്ല, അവൻ ഉയരങ്ങളിലേക്ക് സ്വർഗത്തെ നോക്കി നടന്നവനാണ്. ഹല്ലേലൂയ. ഗോഡ് ഇറ്റ്. നിങ്ങളുടെ ഒടുക്കത്തെക്കാൾ, നിങ്ങളുടെ തുടക്കങ്ങളെക്കാൾ നിങ്ങളുടെ ഒടുക്കം നല്ലതാകാൻ, നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ നിങ്ങളുടെ ഭാവി നല്ലതാകാൻ നിങ്ങൾ മണ്ണിലേക്ക് കുനിഞ്ഞു നോക്കുന്നവരാകല്ലേ. മണ്ണിലേക്ക് കുനിഞ്ഞു നോക്കി നിങ്ങൾ നടക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതം തീർന്നു. കാരണം ഏശാവ് വന്നിട്ട് മണ്ണിലോടുന്ന മൃഗങ്ങളെ ചേസ് ചെയ്യുന്നവനായിരുന്നു. ഇന്ന് മണ്ണിൻ്റെ അനുഗ്രഹങ്ങളെ ചേസ് ചെയ്യുന്നവരുണ്ട്. മണ്ണിൻ്റെ കാര്യാദികളെ, മണ്ണിൻ്റെ പണം, വിദ്യാഭ്യാസം, ബെറ്റർ ലൈഫ്, പ്രോസ്പെരിറ്റി, അങ്ങനെ മണ്ണിനെ സ്തോത്രം അതേ തേടിപ്പോകുന്നവരെ വല്ലാത്ത തലമുറയാണ് ഇത്. പക്ഷെ മനസ്സിലാക്കണം, ദൈവ മക്കളാകുന്നെങ്കിൽ മുൻപേ അവൻ്റെ നിങ്ങൾക്കത് അറിയാമല്ലേ ആ വാക്യം. അപ്പോൾ അതാണ് സ്തോത്രം. നിങ്ങൾ ഒരു ദൈവദാസനും ദൈവദാസിയും സ്വിറ്റ്സർലൻഡിൽ വിളിച്ച് പണ്ടൊരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഷോപ്പിങ്ങിന് പോലും ഞങ്ങൾ കയറിയാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഹൗ മച്ച് എറ്റേണിറ്റി ഇൻ ഇറ്റ്, ഇതിൽ എത്രത്തോളം നിത്യതയുണ്ട്, ഹൗ മച്ച് ഗെയിൻ ഫോർ എറ്റേണിറ്റി. ഒരു ഷോപ്പിങ്ങിന് കയറിയാൽ പോലും നിത്യതയ്ക്ക് ഇതിൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്. സ്തോത്രം. ഓ കമാ, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. ഷോപ്പിങ്ങിന് കയറുമ്പോൾ പോലും മറ്റുള്ളവർ ഷോപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അർത്ഥം അവർ പറഞ്ഞത് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ മണ്ണിൽ വേരൊന്നുമ്പോൾ ഞാൻ മണ്ണിൽ നിന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പറക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ അറ്റൻഷൻ വന്ന്, എൻ്റെ സ്തോത്രം പ്രയോറിറ്റി വന്ന് മണ്ണിലുള്ളതല്ല, എൻ്റെ പ്രയോറിറ്റി വന്ന് വിണ്ണിലേക്കാണ്. വേണ്ട രണ്ട് പക്ഷികളെ കുറിച്ച് കൂടെ ഞാൻ പറയാനുണ്ട്. ഒന്ന് കോഴിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കോഴി താഴോട്ടാണ് നോക്കി നടക്കുന്നത്. കോഴി സ്തോത്രം. പക്ഷെ കഴുകൻ താഴോട്ട് നോക്കിയല്ല പറക്കുന്നത്. കഴുകൻ പറക്കുന്നത് മേലേക്ക് നോക്കിയാണ് പറക്കുന്നത്. ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്നവനാണ് കഴുകൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്വർഗീയരാണ് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ചോയ്സ് എന്താണ്? നിങ്ങൾ ഒന്നാം സ്ഥാനം എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? അങ്ങനെയെങ്കിൽ ഒന്നാം ആദാമിന് സംഭവിച്ചതായ അബദ്ധം പറ്റാതെ ഒടുക്കത്തെ ആദാം അവൻ പറയും, ഞാൻ മണ്ണിനെയല്ല തേടിയത്. യേശു കർത്താവ് മണ്ണിനെ തേടി പോയതേയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് വല്ലപ്പോഴുമൊക്കെ യെരുശലേമിൽ വരുമ്പോൾ കയ്യഫാമിനെ പോയി ഹൗ ആർ യു എന്ന് ചോദിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് സ്തോത്രം അതേ യെരുശലേമിലേക്ക് വരുമ്പോൾ വരുന്ന വഴിക്ക് എരിഹോവിൽ നിന്ന് കിട്ടിയ പെരിന്തപ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അറിയത്തില്ല. ഈന്തപ്പഴം. എരിഹോവിലാണ് ഏറ്റവും നല്ല ഈന്തപ്പഴം. യേശു കർത്താവ് ഭൗതികനായിരുന്നെങ്കിൽ, സ്തോത്രം മണ്ണിൻ്റെ സന്താനമായിരുന്നെങ്കിൽ, അയ്യോ ഹെരോദാവിൻ്റെ അടുക്കൽ തിരുമേനിക്ക് കാഴ്ച വയ്ക്കാനായി വല്ലപ്പോഴും കുറച്ച് ഈന്തപ്പഴമൊക്കെ കൊണ്ടുവന്ന് കാഴ്ച വെച്ച് തിരുമനസ്സിന് കാഴ്ച വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവൻ പോയേനെ. എന്നാൽ യേശു കർത്താവ് ആരുടെയും കാല് പിടിക്കാൻ പോയില്ല, ആർക്കും തിരുമുൽ കാഴ്ച വയ്ക്കാൻ പോയില്ല, ആരെയും സല്യൂട്ട് ചെയ്യാൻ പോയില്ല, ആരെയും കാല് വീണ് കിടന്നില്ല. അവൻ മനുഷ്യന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചില്ല. എൻ്റെ പ്രസംഗം അച്ചാച്ചനും അമ്മാമയ്ക്കും ഇഷ്ടപ്പെട്ടോ എന്ന് യേശു ചോദിച്ചില്ല. യേശു ഈ ലോകത്തിൽ ഫാൻസിനെ കൂട്ടിയില്ല. പോയി അവിടെ നമ്മൾ തെറ്റി. യേശു ഈ ലോകത്തിൽ ഫാൻസിനെ കൂട്ടിയില്ല. യേശു എപ്പോഴും ശ്രദ്ധിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. സ്തോത്രം. ഇന്ന് മിക്കവാറും സ്ഥലങ്ങളിൽ സഭകൾ ഓടുന്നത് പാസ്റ്ററുടെ പേഴ്സണൽ ഇമേജിലാണ് ചർച്ച പോകുന്നത്. എടോ മന്ദബുദ്ധി, നിന്റെ പേഴ്സണൽ ഇമേജിലല്ലോ സഭ പോകേണ്ടത്. കർത്താവിൻ്റെ മഹത്വത്തിലാണ് ദൈവസഭ ദൈവകൃപയാൽ നിൽക്കേണ്ടത്. കൈയടിക്കുന്നവർ നേരെ കൈയടിച്ചു മക്കളെ. പേഴ്സണൽ ഇമേജിലല്ല. ഒരു ബാബയുടെ സ്തോത്രം പേഴ്സണൽ ഇമേജിൽ ഓടുന്ന ചർച്ചാണെങ്കിൽ യേശുവിൻ്റെ സഭയല്ല, അത് സോക്കോൾഡ് ബാബാ സഭയാണ്. എന്നാൽ സ്തോത്രം ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വല്ലപ്പോഴുമല്ല, ഡെയിലി ദൈവത്തിൻ്റെ മുൻപിൽ പറയണം, ഞാൻ കുറയണം, അവിടെ നിന്നിൽ വളരണം. ഞാൻ കുറയണം, അവരെന്നിൽ വളരണം.
സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഭൗമികരായി ജീവിച്ചാൽ അവിടെ ഉയർന്നത് എർത്തലിയായിരിക്കും. സ്തോത്രം. അത് അവസാനം തരുന്നത് നാശമാണ്. നമുക്കറിയാം ലോകത്തിൽ സ്തോത്രം അത് ബാബിൽ ടവർ പണിതതുപോലെ ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ പേരിനും പ്രസിദ്ധിക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പണിത് വച്ചാൽ അവസാനം ആദ്യത്തെ ആദാമിന് സംഭവിച്ചതുപോലെ ഉണ്ടാകും. പക്ഷേ അതല്ല, ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം നല്ലതായിരിക്കണം. അടുത്ത് ഞാൻ വീണ്ടും പറയട്ടെ, 1 കൊരിന്ത്യർ 15:22 വായിക്കുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 15:22. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടെ വായിച്ച് റെഡി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. സ്തോത്രം. എങ്ങനെയാണ് ഈ മരണം കടന്നു വന്നത്? ആദം മരിച്ചു, പാപമാണ്. പക്ഷേ എന്നെ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയട്ടെ, അനുസരണക്കേട് അല്ലേ? ഹലോ, അനുസരണക്കേട് ശരിയല്ലേ? അനുസരണക്കേട് ഒരു പാപമാണോ? ഓ കമാൻ, ഒരിക്കൂടെ എല്ലാവർക്കും മനസ്സിലായില്ല. ആരെങ്കിലും വന്ന് ഗ്രീക്കിലോ ഹീബ്രുവിലോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. അനുസരണക്കേട് പാപമാണോ? ആണ്, പാപമാണ്. കാരണം ഈ മക്കളെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന അമ്മയാണ് തലകുലിക്കുന്ന എന്നാ പറഞ്ഞത്. സ്തോത്രം, പാവമാണ്. പക്ഷേ ഈ മക്കളൊന്നും മിണ്ടുന്നില്ല. മക്കളിങ്ങനെ കൊഴുക്കൊട്ട വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ആ മക്കളെ ഓർത്താണ് ഞാൻ ചോദിച്ചത്. സ്തോത്രം. അനുസരണക്കേട് പാപമാണ്, ലംഘനം എന്നാണ് വേദപുസ്തകം പറയുന്നത്. ട്രാൻസ്ഗ്രഷൻ, ലംഘനം. സമയത്തിന് ഉറങ്ങണം, നേരത്തെ എണീക്കണം, പെട്ടെന്ന് കുളിക്കണം, പെട്ടെന്ന് ഡ്രസ് ചെയ്യണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായി ഭയങ്കരമായി പഠിക്കണം, ഒരു സെക്കൻഡ് പോലും കളയല്ല. വേദപുസ്തകം വായിച്ചോ, പ്രാർത്ഥിച്ചോ, അന്യഭാഷയിൽ പാടിയോ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. എത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇതുപോലെ പിള്ളേരോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ കഴിഞ്ഞ മിനിറ്റിൽ പറഞ്ഞ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അനുസരണക്കേട് കാണിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മരണമാണ്, അല്ലെങ്കിൽ അവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. ആദാം സ്തോത്രം ദൈവത്തിൻ്റെ മുൻപിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ റോമർ 5:17 വായിക്കുമ്പോൾ ആദാമിൻ്റെ ലംഘനം നിമിത്തം അവിടെ കടന്നു വന്നത് നാശമാണ്. നോക്ക് 17. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം അധികമായി ജീവനിൽ വാഴും. അവിടെയും പറയുന്നത് ഏകൻ്റെ ലംഘനത്താൽ എന്തു വന്നു? സ്തോത്രം, മരണം വന്നു. അപ്പോൾ എവിടെയാണോ അനുസരണക്കേട് കാണിക്കുന്നത്, അനുസരണക്കേട് കാണിക്കുമ്പോൾ അവിടെ നാശമാണ്, മരണമാണ്, അവിടെ സ്തോത്രം നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒരാളുടെ എനിക്ക് ഓർമ്മ വരുന്നേ, വർഷങ്ങൾക്ക് മുമ്പ് അവരാരും വിശ്വാസികളല്ല, ഈ പറയുന്ന ആളെ വിശ്വാസിയല്ല, മാതാപിതാക്കളെ വിശ്വാസികളല്ല. പക്ഷേ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആ പുള്ളിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചില്ല, 3 നേരം ഭക്ഷണം കഴിച്ചില്ല. അവർക്ക് കൂടെ പഠിച്ച ആരൊക്കെയോ ആ ഡിഗ്രിക്ക് പോയത് കൊണ്ട് ശരാശരിയായ ആ കുടുംബത്തെ കൊണ്ട് പറഞ്ഞു, എനിക്കും അവിടെ പോകണം, എനിക്കും ആ ഡിഗ്രി വേണം, എനിക്കും ആ ഡിഗ്രി പഠിക്കണം. എല്ലാവരും അവരൊക്കെ പഠിക്കുന്നു. ബ്രില്യൻ്റ് കുട്ടിയാണ്, വഴക്കുണ്ടാക്കുന്നത്, പഠിക്കാൻ കഴിയാത്ത കുട്ടിയല്ല. തലയിൽ മാത്രമല്ല തലമുതൽ താഴോട്ടൊക്കെ തലച്ചോറുള്ള ഒരാളാണ് ഈ വഴക്കുണ്ടാക്കിയത്. എനിക്കത് പഠിക്കണം. ഓ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നമുക്കൊക്കെ തലയിൽ മാത്രമല്ലേ തലച്ചോറുള്ളൂ, പക്ഷേ ചിലതിന് പാദം വരെയും തലച്ചോറുള്ള ചിലതൊക്കെ ഉണ്ട്. സോ അതുപോലെയുള്ള ഒരാളാണ് പറഞ്ഞത്, എനിക്ക് ആ നല്ല ഡിഗ്രി എനിക്ക് വേണം, എനിക്കത്. ഇന്നത് കുറച്ച് കോമണാണ്, പക്ഷെ അന്നങ്ങനെയല്ല, അന്നത് അൺകോമണാണ്. എനിക്ക് ആ ഡിഗ്രി വേണം. മാതാപിതാക്കളുടെ ഹൃദയം ഉടഞ്ഞു, അപ്പൻ്റെ ഹൃദയം ഉടഞ്ഞു, തല്ലിപ്പഴിപ്പിച്ച് പഴമാക്കാൻ നോക്കി. താനെ പഴുത്തതാണ് ടേസ്റ്റ്. പക്ഷേ വഴക്കുണ്ടാക്കി, സത്യാഗ്രഹം ഇരുന്ന് തന്നേ തീരൂ ഇൻക്ലാബ് എന്ന് പറയുന്നത് പോലെ പാരൻസിൻ്റെ എന്ന് തല്ലിപ്പഴിപ്പിച്ച് മേടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ ഡിഗ്രി അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ലംഘനത്തിൽ എന്തെങ്കിലും നേടാമെന്ന് ആരും വിചാരിക്കല്ല. താനേ പഴുത്ത് വരണം. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അപ്പനോട് വന്ന് ഈ പ്രകാരം പറഞ്ഞു, അപ്പം എനിക്ക് വരേണ്ടതെന്നുള്ളതായിട്ടുള്ള വക മുഴുവനങ്ങ് പോരട്ടെ. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരുമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക്കായി വരുന്നത്
അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവനോട് അപ്പനെ കൊന്ന് മേടിക്കുന്നത് പോലെ മേടിച്ചിട്ട് പോയ ധൂർത്തപുത്രൻ്റെ കഥ നിങ്ങൾക്കറിയാം. അതവന് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ? ഒരിക്കലും ഇല്ല, ഉപകാരപ്പെട്ടില്ല. സോ ഇതുപോലെ തന്നെ എപ്പോഴാണോ ലംഘനം നടക്കുന്നത്, മാതാപിതാക്കളെ ഹൃദയത്തെ വേദനിപ്പിച്ച് മേടിക്കുന്നത്, മനസ്സിലാവുന്നത്? നിങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവൻ എന്തോ കുഴപ്പമുള്ള. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് വന്നേ. ഈ പാരൻസിൻ്റെ ഹൃദയത്തെ തകർത്ത്, അല്ലെങ്കിൽ വല്ലവരുടെ ഹൃദയത്തെ തകർത്ത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മക്കളെ അത് ശാശ്വതമായിരിക്കത്തില്ല. 2 ദിവസമൊക്കെ കൊണ്ട് കിടക്കാൻ പറ്റുമായിരിക്കും, പിന്നത്തേതല്ലാതെ പറന്നു പോകുന്ന പറവ പോലെ അവസാനം പിടികിട്ടാതെ പറന്നു പോകും. എന്നാൽ ഞാൻ പോയാലും എന്നിൽ നിന്ന് പോകാതെ എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ അത് ലംഘനത്തിലല്ല വരേണ്ടത്. ലംഘനത്തിലൂടെ നേടുന്നത് മരണമാണ്, എന്നാൽ അനുസരണയിൽ നേടുന്നത് ജീവനാണ്. ആ പോയിന്റ് എഴുതിയെടുക്കണേ. ലംഘനത്തിൽ നേടുന്നത് മരണമാണ്, അനുസരണത്തിൽ നേടുന്നത് ജീവനാണ്. ലംഘനത്തിൽ നേടുന്നത് സ്തോത്രം മരണമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളെയൊക്കെ ശുശ്രൂഷ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് ഒക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന തരികിടയും തിരുവനന്തപുരത്തിൻ്റെ ക്രിക്കറ്റ്നെസ്സും വെച്ച് ഞാൻ ചർച്ച പണിതാലുണ്ടല്ലോ, അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയോ? അത് അവസാനം വന്നിട്ട് സ്തോത്രം അത് മരണമായിരിക്കും സമ്മാനിക്കുന്നത്. മീനിങ് അതിൽ ജീവൻ കാണത്തില്ല. എന്നാൽ അതേ സമയത്ത് കർത്താവിൻ്റെ ശബ്ദം കേട്ടാൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ ശബ്ദം അനുസരിക്കുമ്പോൾ, ലംഘനത്തിൻ്റെ ഓപ്പോസിറ്റാണ് അനുസരണം. അനുസരണത്തിൽ നിൽക്കുന്നതിൻ്റെ പേരാണ് ജീവൻ. ജീവൻ. ആ ജീവനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. ഹലോ, ജീവൻ ചത്തെന്ന് തോന്നും, പക്ഷെ 3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ജീവൻ എഴുന്നേറ്റ് നിൽക്കും. അയ്യോ, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് ലംഘനങ്ങളിലല്ല നാം ജീവിക്കേണ്ടത്, അനുസരണത്തിലാണ് ജീവിക്കേണ്ടത്. സ്തോത്രം. അനുസരണം നമ്മുടെ അടയാളമാണ്. ഒരിക്കൽ കൂടെ, ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. സ്തോത്രം. സെലക്ഷൻ പറയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞു, സെലക്ഷൻ പറയട്ടെ. അനുസരണം നമ്മുടെ അടയാളം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, അനുസരണം എൻ്റെ അടയാളം. അനുസരണം അടയാളമാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ഒരു ഏരിയ പോലും നിങ്ങളിൽ ചത്ത് കിടക്കത്തില്ല. കാരണം അനുസരണം എവിടെയുണ്ടോ അവിടെ ജീവനായിരിക്കും വ്യാപരിക്കുന്നത്. ലംഘനം എവിടെയുണ്ടോ ആ ലംഘനത്തിൽ സ്തോത്രം മരണം വന്നിരിക്കും. അനുസരണത്തിൽ വന്ന് അനുസരണത്തിൽ വന്ന് ജീവൻ ഇരിക്കും. ഈ ചേറിൽ വന്ന് നിങ്ങൾ ഇരിക്കുന്നത് പോലെ എവിടെ അനുസരണക്കേട് ലംഘനമുണ്ടോ അവിടെ വന്നിരിക്കുന്നത് സ്തോത്രം മരണമായിരിക്കും. എവിടെ അനുസരണമുണ്ടോ അവിടെ വസിക്കുന്നത് ജീവനായിരിക്കും. യേശു കർത്താവ് പിതാവായ ദൈവത്തെ അനുസരിച്ചു. അനുസരണത്തിൻ്റെ ടോപ്പസ്റ്റ് യേശുവായിരുന്നു. ഒരിക്കൽ അനുസരണത്തിന് ഏറ്റവും അങ്ങേറ്റത്തെ മാതൃക കർത്താവായ യേശുവായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള യേശുവിൻ്റെ പ്രസംഗവും യേശുവിൻ്റെ രോഗശാന്തി, യേശുവിൻ്റെ ശക്തിയും മറ്റു കാര്യങ്ങളും അങ്ങ് ടോപ്പ് എന്നാനോ? പക്ഷെ അത് ടോപ്പ് ആകണമെങ്കിൽ യേശുവിൻ്റെ അനുസരണം. യേശുവിനെ പോലെ അനുസരിക്കാൻ പറ്റുമോ? സോ അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. വീണ്ടും മറുരൂപമലയിൽ കേട്ടത് സ്തോത്രം, ഇവനെ ചെവി കൊടുപ്പിൻ. വീണ്ടും ദേവാലയത്തിൽ കേട്ടത് മഹത്വപ്പെടുത്തി, വീണ്ടും മഹത്വപ്പെടുത്തും. 3 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മേൽ സ്തോത്രം പ്രത്യക്ഷമായി, വിസിബിളായി, ഓഡിബിളായി ദൈവശബ്ദം വ്യാപരിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വിസിബിളായി എന്ന് പറയുന്നതിനേക്കാൾ ഓഡിബിളായി എല്ലാവരും കേൾക്കെ 3 പ്രാവശ്യം ദൈവശബ്ദം കേട്ടു. ഒന്ന് യോർദാൻ്റെ കരയിൽ, മറുരൂപമരയിൽ, ദേവാലയത്തിൽ. 3 പ്രാവശ്യം എല്ലാവരും കേൾക്കെ കർത്താവ് പറഞ്ഞത്, കേട്ടാൽ ഇവൻ അങ്ങനെ അനുസരിക്കും. അനുസരിക്കുന്നവൻ്റെ മേൽ മാത്രമേ ദൈവശബ്ദം മുഴങ്ങത്തുള്ളൂ. യോർദാൻ്റെ കരയിൽ കേട്ടു ഡോക്ടർ അൻസു, സ്തോത്രം മറുരൂപമലയിൽ കേട്ടു. യോഹന്നാൻ 18 സ്തോത്രം ദേവാലയത്തിൽ കേട്ടു. പുത്രനെ മഹത്വപ്പെടുത്തണമേ, മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അനുസരിച്ചവൻ്റെ മേൽ മാത്രമേ. അപ്പം ജനം പറഞ്ഞു, ഇതാ ഒരു ഇടിവെട്ടി എന്ന് ജനം പറഞ്ഞു. ജനത്തിന് മനസ്സിലായില്ല, പക്ഷെ അനുസരിച്ചവന് എന്താന്ന് മനസ്സിലായി. ഓ ഹല്ലേലൂയ, സ്തോത്രം. അനുസരിക്കണം എവിടെയാണ് ഉള്ളത്? അനുസരിച്ചവൻ്റെ മേൽ സ്തോത്രം മരണപാശങ്ങൾ ചുറ്റി, അത് നിലനിന്നില്ല. 72 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിനെ പറിച്ചു കളഞ്ഞവനും കുറെ ഉയർത്തെഴുന്നേറ്റ്.
അനുസരിക്കുന്ന ദൈവമക്കൾ കേൾക്കട്ടെ, നീ തീർന്നെന്ന് എല്ലാവരും വിധി എഴുതും. പക്ഷേ പിന്നെ മൂന്നാം പക്കം അവർ വന്ന് നോക്കുമ്പോൾ നിന്നെ അവിടെ കാണത്തില്ല. ഓ ഞാൻ പോവാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ തീർന്നെന്ന് പലപ്പോഴും പലർക്കും തോന്നും. അല്പനാളുകൾ കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രശ്നത്തിൽ നീ കാണുകയില്ല. ആ പ്രശ്നത്തെ പരാജയപ്പെടുത്തിയിട്ട് മറ്റൊരു ലെവലിലേക്ക് നിങ്ങൾ കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രോബ്ലത്തിന് നിന്നെ കൊല്ലുവാൻ കഴിയത്തില്ല. കാരണം യേശു കൊല്ലുന്ന ദൈവമല്ല. ഇനി സഹസ്രാബ്ദ വാഴ്ച നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. സഹസ്രാബ്ദം യേശു വന്നാൽ പിന്നെ മരണമല്ല ഉള്ളത്, യേശു വന്നാൽ ജീവനാണുള്ളത്. യേശു ജീവിതത്തിലുള്ളവർക്ക് ആരെങ്കിലും ഉയർത്തിയാട്ടെ. ലൈഫിൻ്റെ ഒരു സ്തോത്രം കാര്യത്തിൽ പോലും നിങ്ങൾക്ക് നിർജീവാവസ്ഥയിലില്ല. ലൈഫിൻ്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ജീവനാണുള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒന്ന് ചത്ത് കിടക്കുന്ന ബ്രദറെ മറ്റേതിൽ കുഴപ്പമില്ല, ജീവനുണ്ട്. നോ, അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു വശത്തെ താണ് മറ്റത് പൊങ്ങിയല്ല, നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും ജയിച്ചേ ജീവിക്കത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാം, നേരെയില്ല എങ്കിലും പെട്ടെന്ന് പറയാം. കർത്താവ് യേശു ക്രിസ്തു സഹസ്രാബ്ദവാഴ്ചയിലായി മടങ്ങി വരുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിൽക്കാം. നമുക്കറിയാം ഒലിമല രണ്ടായിട്ട് പിരിയും, നമുക്കറിയാം. അവിടേക്കും ദേവാലയത്തിൽ നിന്ന്, യെരുശലേം പട്ടണത്തിൽ നിന്ന് ഒരു നദി പൊട്ടി പുറപ്പെടും. യെരുശലേമിൽ ആ മലയുടെ കീഴിൽ ഭയങ്കര വെള്ളമാണ്, ഭയങ്കര ഉറവയാണ്. യെരുശലേമിൽ ആൾക്കാർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ വന്ന് വസിക്കുന്നത് അവിടെ മുഴുവൻ സ്തോത്രം ജലസ്രോതസ് ഉള്ളത് കൊണ്ടാണ്. വെള്ളമാണ് ആൾക്കാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ യേശു കർത്താവ് കടന്നു വന്ന ആ ഒലിമല രണ്ടായി വിഭാഗിക്കുമ്പോൾ എസെക്കിയേൽ 47 എസെക്കിയേൽ കാണുകയാണ്, ഇതാ ഒരു പുതിയ നദി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. യേശു വരുന്നിടത്ത് പുതിയ വാതിലുകൾ തുറക്കുമെന്ന്, പുതിയ ഉറവകൾ തുറക്കുമെന്ന്. സോ ആ പുതിയ നദി ഒഴുകി, സ്തോത്രം, അത് യഹൂദിയ മരുഭൂമി വഴി ഒഴുകി, യെരുശലേമിൽ നിന്ന് പുറപ്പെടുന്ന യഹൂദിയ മരുഭൂമി വഴി ഒഴുകി നേരെ വന്ന് പതിക്കുന്നത് ചാവുകടല്ല. ചാവുകടലിലാണെങ്കിൽ ഇന്ന് ചെറിയൊരു പരാൽ മത്സ്യം പോലും കിടക്കത്തില്ല. പക്ഷേ ഈ നല്ല പഥ്യമായ വെള്ളം, ഈ പഥ്യമായ വെള്ളം വന്ന് ഇതിൽ കയറുമ്പോഴേക്കും നൂറ്റാണ്ടുകളായി അടിഞ്ഞു കിടക്കുന്ന ഈ തിന്മയുണ്ടല്ലോ, ശൈലസിസ്റ്റർ മനസ്സിലായി, ഈ നൂറ്റാണ്ടുകളായി അടിഞ്ഞു കിടക്കുന്ന ഇതിനെയുണ്ടല്ലോ, ഇതിനെ മുഴുവൻ അത് വാഷ് ഔട്ട് ചെയ്തിട്ട് ചാവ് കടൽ എന്ന് പറയുന്ന ഒരു കടല് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ലോകത്ത് കാണത്തില്ല. ഒരു ചാവ് കടൽ കാണുകയില്ല. ഇനി ചാവ് കടൽ വന്നിട്ട് വേണം യേശു കർത്താവ് വന്നിട്ട് വേണം, യേശു വന്നിട്ട് വേണം എൻ്റെ ചാവ് കടലും മാറാൻ എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ എൻ്റെ കുട്ടി, അന്നത്തെ യേശു പണ്ടേ നീ രക്ഷിക്കപ്പെട്ടപ്പോഴേ നിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. അന്നത്തെ യേശു, വരാൻ പോകുന്ന യേശു, ജീവൻ്റെ ഉറവിടമാകുന്ന യേശു, ജീവൻ്റെ ഉറവകളെ തരുന്ന യേശു നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ യേശു നിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഇനി സംഭവിക്കുന്നത്, നിന്റെ ഒരു കുളത്തിനും നിന്റെ ഒരു ആശയത്തിനും ഒരു ജലാശയത്തിന് ഒന്നിനും ചത്ത് കിടക്കാൻ പറ്റത്തില്ല. നിന്റെ ഏതൊക്കെ ഏരിയകൾ ഞാനിതാ കൊന്നിട്ടേ എന്ന് പിശാചിന് പറവൻ തക്കണം കഴിയത്തില്ല. അനുസരണം ഉണ്ടോ അവിടെ ജീവനുണ്ട്. ഹല്ലേലൂയ. ഏകൻ്റെ ലംഘനത്താൽ മരണം വന്നു, ഏകൻ്റെ അനുസരണത്താൽ ജീവന് വന്നു. സ്തോത്രം. അതുകൊണ്ട് ജീവൻ തരുന്ന കർത്താവിനെ അനുസരിച്ച് പോകുമ്പോൾ ഹല്ലേലൂയ, അവിടെ വ്യാപരിക്കുന്നത് മരണമല്ല, അവിടെ വ്യാപരിക്കുന്നത് ജീവനാണ്. ഞാനിത് പറയുമ്പോൾ മരണകരമായ രോഗങ്ങൾ വരെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണമെന്ന് കേട്ടാൽ നമ്മൾ ഭയപ്പെടാത്തത്. ചിലർ സമയമാം രഥത്തിൽ എന്ന് പാടിയാൽ തന്നെ അയ്യോ രോമാഞ്ചമുണ്ട്, പെട്ടെന്ന് കർത്താവേ രക്തത്താൽ ജയം കാത്തോളണേ എന്ന് പറയും. നമുക്ക് വിചാരിക്കാം, ചേട്ടാ മരണമെന്ന് പറയുന്നത് കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന പ്രൊമോഷൻ്റെ പേരാണ് മരണം. ഓ ഞാൻ പോയി, സ്തോത്രം, ഞാൻ പോട്ടെ. കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന പ്രൊമോഷൻ്റെ പേരാണ് മരണമെന്ന് പറയുന്നത്. നിൻ്റെ ലൈഫിൽ ഒന്നുപോലും ചത്ത് കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം. റോമർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 15-17 ആ വാക്യം വായിച്ച് നമുക്ക് ആൾമോസ്റ്റ് നമുക്കൊന്ന് നിർത്താം. സ്തോത്രം. റോമർ 5:15-17. ഒന്നാം ആദാമും ഒടുക്കത്തെ ആദാമും, ഒന്നാം ആദാമും ഒടുക്കത്തെ ആദാമും. സ്തോത്രം. റോമർ 5:15. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ശബ്ദവിനത്തി വായിക്കുക. ഏകൻ്റെ
ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. മോനെ 17-ാം വാക്യം കൂടെ തന്നെ. 17-ാം വാക്യം. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതി ദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അധികമായി ജീവനിൽ വാഴും. അവിടെ വീണ്ടും തിരുവചനം പറയുന്നു, ലംഘനത്താൽ മരണം വന്നതുപോലെ ലംഘനത്താൽ, സ്തോത്രം, അതെ, ലംഘനം നിമിത്തം ആദാം നശിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആദാം മരണത്തിന് അടിമപ്പെട്ടു. എന്നാൽ അതേ സമയത്ത് അനുസരണം നിമിത്തം അവിടെ ജീവൻ കടന്നു വന്നു. സോ അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് അനുസരണത്തെക്കുറിച്ചാണ്. അനുസരണം ഒരിക്കലും ഈസി അല്ല. ലംഘനം വളരെ എളുപ്പമാണ്. ഓ, എന്തൊരു ശാന്തത! ഒരിക്കലോട് പറയട്ടെ, ലംഘനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നശിക്കാൻ വളരെ എളുപ്പമാണ്. ഹലോ, 6ാമത്തെ നിലയിലായിരിക്കുന്നത്. ബേസ്മെൻറ്റ് കൂടെ ചേർത്ത് 7ാമത്തെ നിലയിലായിരിക്കുന്നത്. നശിക്കാൻ വളരെ എളുപ്പമാണ്. അത് അപ്പുറത്ത് തുറക്കാൻ പറ്റുന്ന ഒരു ജനലുണ്ട്. ആ ജനൽ വഴി നശിക്കണമെന്നുള്ള എടുത്ത് ഒറ്റ ചാട്ടം കൊടുത്താൽ മതി, സംഭവം തീർന്നു. ഇല്ല, നേരെ ചൊവ്വേ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പതുക്കെ താഴെ ഇറങ്ങി സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് ശ്രദ്ധയോടെ ഈ മഴക്കാലത്ത് വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയാലേ പറ്റത്തുള്ളൂ. നശിക്കണം, തൊലയണമെന്നുള്ളെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നന്നാകാൻ വളരെ പ്രയാസമാണ്. സ്തോത്രം. തത്രപ്പെട്ട് കാല് വെച്ചാൽ പിഴച്ചു പോകുമെന്ന് തിരുവചനം പറയുന്നു. അതമേത് തിന്നല്ലേ, പക്ഷേ ഒന്നാമത്തവൻ തിന്നു. പക്ഷേ യേശു കർത്താവ് അങ്ങനെയല്ല. അവൻ നശിക്കാൻ ആഗ്രഹിച്ചില്ല, അവൻ അനുസരിക്കാൻ തീരുമാനിച്ചു. അനുസരിച്ച് നന്നാകാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹലോ, ഒരിക്കൂടെ ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചേ. യെസ്, ആണോ? ഞാൻ പകുതിയെ കണ്ടല്ലോ ആ കൈ. അതാണ് ചിലരെയൊക്കെ നോക്കി ഭയങ്കര കഷ്ടപ്പെടാം മക്കളെ. അയ്യോ, ഇത് ഇറ്റ്സ് നോട്ട് ഈസി. ദൈവ കൃപയില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. കൃപയുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ദൈവം കൃപയിൽ പൊതിഞ്ഞങ്ങ് കൊണ്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇത്രത്തോളം എത്തിയെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, നമ്മുടെ കഴിവല്ല, നമ്മുടെ പെർഫോമൻസ് അല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. മനസ്സിലായോ? ഞാനിങ്ങനെ നിന്നത് കൊണ്ട് ദൈവം എന്നെ അങ്ങ് നടത്തി. നോ 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 നോ, നീ നിന്നതല്ലടോ, ദൈവം നിന്നെ നിർത്തിയതാണ്. ദൈവം നിന്നെ നിർത്തിയതാണ്. കാരണം അനുസരണം എന്ന് പറയുന്നത് ആ ഭയങ്കര, സ്തോത്രം, കട്ടിയായ കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാം. ലൂക്കോസ് 22:44. അനുസരണത്തിൻ്റെ ഒരു പീക്കാണ് എനിക്ക് പറയാനുള്ളത്. ലൂക്കോസ് 22:44. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പിന്നെ അടുത്ത അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് വിഷാദത്തിൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞു. മോനെ, അവിടെ ഒരു വാക്യമുണ്ട്, സ്തോത്രം, അതെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് കർത്താവ് ഗതശമനയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ, സ്തോത്രം, 42-ാം വാക്യം നോക്ക്. ആ പ്രാർത്ഥനയിൽ ഫലം ഇതായിരുന്നു, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളിയായി. ആ പ്രാർത്ഥന അതാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. അതാണ് അനുസരണത്തിൻ്റെ പീക്ക്, അനുസരണത്തിൻ്റെ കൊടുമുടി, അനുസരണത്തിൻ്റെ എവറസ്റ്റാണ് ഞാൻ കാണിച്ചു തന്നത്. അനുസരണത്തിൻ്റെ എവറസ്റ്റ്. അനുസരണത്തിൻ്റെ എവറസ്റ്റിൽ ചിലപ്പോൾ നിൻ്റെ വിയർപ്പ് എന്തോ ആകും, നിൻ്റെ വിയർപ്പ് ചിലപ്പോൾ രക്തത്തുള്ളിയാകും. സ്തോത്രം. പക്ഷെ ലംഘനമാണെങ്കിൽ ഒരു പാടുമില്ല, ഒരു വിയർപ്പുമില്ല, ഒരു രക്തമില്ല. നിനക്ക് രക്തം ഉണ്ടെന്ന് പോലും ആരും അറിയത്തില്ല. നീ ഒരിക്കലും വേർക്കത്തില്ല. വേർക്കാതെ ഈസിയായിട്ട് നിനക്ക് നശിക്കാം. ഹലോ, പോയി. വിയർക്കാതെ എളുപ്പം നശിക്കാം. പക്ഷെ അനുസരിക്കുമ്പോൾ അതൊരു അധ്വാനമാണ്. ശബ്ദം ഉയർത്തി ആ പദം പറഞ്ഞ്, അനുസരണം ഒരു അധ്വാനമാണ്. ഒരിക്കൽ കൂടെ, ആ അധ്വാനത്തിൽ എന്തുകൊണ്ട്? 3 ലായനികൾ അനുസരണത്തിൽ അവിടെ യേശുവിലൂടെ ഒഴുകി. 3 ലായനികൾ. ഒന്ന് കണ്ണുനീര്, 2 വിയർപ്പ്, 3 രക്തം. ആരംഭത്തെക്കാൾ അവസാനം നല്ലതാവണം. സ്കൂൾ ക്ലാസ്സിനേക്കാൾ ഇപ്പം നല്ലതാവണം. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഇപ്പം നല്ലതാകണം.
അനുസരണം ഈസിയല്ല, അനുസരണം കംഫർട്ട് സോണല്ല. ദൈവത്തിൻ്റെ കൃപയാലുള്ള അനുസരണം, ഈ പുസ്തകത്തിലുള്ള അനുസരണത്തിന് ആരൊക്കെയാണ് ഇറങ്ങി തിരിച്ചത്? അതൊരിക്കലും ഈസിയല്ല. ഇസഹാക്കിനെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എൻ്റെ കൂടെ ഇറങ്ങിയ ലോത്തിന് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടായിരുന്നില്ലല്ലോ, വേറെ ആർക്കും ഇല്ല, നിനക്കേ ഉള്ളൂ. യേശു കർത്താവ് പറയും, സ്തോത്രം, യേശു കർത്താവിനോട് മാനുഷികമായി മാറ്റിയ എൻ്റെ സഹോദരന്മാർക്കില്ലല്ലോ, വേറെ ആർക്കും ഇല്ലല്ലോ, എനിക്കല്ലേ ഇതുള്ളൂ. അതെ, വേറെ ആർക്കും ഇല്ലാത്തതായ ചില അധ്വാനം നിനക്കുണ്ടായിരിക്കും. പക്ഷെ അത് ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്ത് തികച്ചേ പറ്റത്തുള്ളൂ. 100% ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി എനിക്ക് നിൽക്കണം എന്ന് പറയുന്നവർക്ക് കണ്ണുനീരൊഴിക്കേണ്ടി വരും, വിയർപ്പൊഴിക്കേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ രക്തവും ഒഴിക്കേണ്ടി വരും. പറ്റുമോ? ആണോ? ഗതശമനിയിൽ ചൊരിഞ്ഞ 3 ലായനിയാണോ അത്? 3 സ്തോത്രം ലിക്വിഡ്സ് ആണോ? ഹലോ, കണ്ണുനീരൊഴിക്കേണ്ടി വരും, 1 വിയർപ്പൊഴിക്കേണ്ടി വരും, 2 കണ്ണുനീരൊഴിക്കേണ്ടി വരും, ആവശ്യമെങ്കിൽ രക്തം ഒഴിക്കേണ്ടി വരും. ഒരിക്കൽ കൂടെ, കണ്ണുനീര് നിർബന്ധം, ഡെയിലി ഒഴിക്കോ. വിയർപ്പ്, സ്തോത്രം, ആവശ്യം വരുമ്പോഴൊക്കെ. കീബോർഡ് ചുമക്കണം മക്കളെ, അധ്വാനിക്കണം, പാട്ട് പാടണം, പാട്ട് പഠിക്കണം, അധ്വാനമാണ്. വിയർപ്പ്, ആവശ്യമുണ്ടെങ്കിൽ രക്തം ഒഴുകണം. പക്ഷേ ഇത് 3 കൂടെ ഒരുമിച്ച് വരുമ്പോൾ വിയർപ്പ് അധികം കണ്ണുനീര് അധികം രക്തം സമം അനുസരണം. അങ്ങളെ ഇത്രയും കണ്ണുനീരും വിയർപ്പും രക്തം ഒഴുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ നശിക്കുന്നില്ല. നിൻ്റെ ആരംഭത്തെക്കാൾ നിൻ്റെ അവസാനം നല്ലതാകുന്നു എന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ്, കർത്താവേ എന്നെ കരയിക്കണേ, എനിക്ക് നല്ലൊരു പിച്ച് തന്ന് എന്നെ കരയിപ്പിക്കണേ, എന്നെ വിയർപ്പിക്കണമേ. ബാക്കിയുള്ള എല്ലാവർക്കും ഈ ടെൻഷനുള്ള ചില ആൾക്കാരുണ്ട്, അവന് ഭയങ്കര വിയർപ്പായിരിക്കും, കൈയൊക്കെ ഇങ്ങനെ എപ്പോഴും വിയർപ്പാണ്. മറ്റുള്ളവരുമായി, അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അവനുണ്ട്, എനിക്കില്ല, അവനെല്ലാം നേടി, എനിക്കൊന്നും നേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ BP-യിൽ ജീവിക്കുന്നവൻ, ഭാര്യയെ പേടിച്ചല്ല, ബ്ലഡ് പ്രഷറിൽ ജീവിക്കുന്നവൻ, BP ബ്ലഡ് പ്രഷറിൽ ജീവിക്കുന്നവൻ എപ്പോഴും. അതല്ല ഞാൻ പറയുന്നത്, സ്തോത്രം, അതെ, ദൈവത്തിൻ്റെ കൃപയിൽ ഭക്തിയോടെ ജീവിച്ചാൽ മതി. സ്തോത്രം, ഭക്തിയോടെ ജീവിക്കാം. മറ്റവൻ ലംഘനത്തിൽ ജീവിച്ചു, എന്നാൽ ഒടുക്കത്തെ ആദാം അനുസരണത്തിൽ ജീവിച്ചു. 1-ാം ആദാം കണ്ടംനേഷൻ കൊണ്ടുവന്നു, ശിക്ഷാവിധി കൊണ്ടുവന്നു. 2-ാം ആദാം ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്നു, നീതീകരണം കൊണ്ടുവന്നു. റോമാലേഖനം 5-ാം അധ്യായം 16-18 വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം 16-18. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൊണ്ടുവന്നു, ഏകൻ്റെ അനുസരണം നീതീകരണം കൊണ്ടുവന്നു. ആദാമിൻ്റെ പിന്നാലെ പോയി പാപം ചെയ്യുമ്പോൾ ശിക്ഷാവിധി വരുന്നു. നിങ്ങൾ യേശു കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നീതീകരണം ഉണ്ടാക്കുന്നു. നീതീകരണം, എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് നീതീകരണം? കരങ്ങൾ ഉയർത്തി പറഞ്ഞ എന്താണ് നീതീകരണം? സ്വർഗം നിങ്ങളെ നോക്കി, പിതാവായ ദൈവം, സ്വർഗം പോലും തൃക്കണ്ണിൽ വിശുദ്ധമല്ല എന്ന് പറഞ്ഞ കർത്താവ്, യേശു കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങളെ നോക്കി, നിനക്ക് ആ പാപമുണ്ട്, ഈ പാപമുണ്ട്, നിനക്ക് ആ കുറ്റമുണ്ട്, ഈ കുറ്റമുണ്ട്, നിനക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ടെന്നല്ല പറയുന്നത്. യേശു കർത്താവിനെ പിതാവായ ദൈവം എങ്ങനെ നീതീകരിച്ചിരിക്കുന്നു, അതേപോലെ രക്തത്താൽ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. ആ നീതീകരണത്തിൻ്റെ വേറൊരു പദമാണ് റൈറ്റ്. സ്തോത്രം. ഏത് കൃപാവരവും പ്രാപിപ്പാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, ഏത് ശുശ്രൂഷയും പ്രാപിപ്പാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരിക്കൽ കൂടെ, ഏത് അനുഗ്രഹവും പ്രാപിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരിക്കലും പറയല്ല, അയ്യോ എനിക്ക് ചെറിയ അനുഗ്രഹം എടുക്കാനേ എനിക്ക് റൈറ്റുള്ളൂ. റൈറ്റ് എന്തോ മക്കളെ? മലയാളം റൈറ്റ്, അവകാശം. എനിക്ക് പറ്റത്തുള്ളൂ, അതേ പറ്റത്തുള്ളൂ. എനിക്ക് അതിനുള്ള ആത്മീയ ആരോഗ്യമുള്ളൂ. എനിക്ക് വലുതെടുക്കേണ്ടതായിട്ടുള്ള അവകാശം എനിക്കില്ല. ഇവിടെ നിന്റെ പെർഫോമൻസ് കൊണ്ടല്ല ദൈവം നിന്നെ സ്തോത്രം നീതിമാനാക്കിയത്. യേശുവിൻ്റെ രക്തം നിമിത്തമാണ് നിന്നെ നീതിമാനാക്കി തീർത്തത്.
നീതീകരണം എന്ന വിഷയം ഞാൻ തൊടുമ്പോൾ സ്ഥിരം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടാൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല അനുഗ്രഹം അങ്ങ് ദൂരെ ഇരിക്കുന്നതായ യഹൂദനോ അമേരിക്കയിൽ ഇരിക്കുന്ന സായിപ്പിനോ മാത്രമല്ല ഉള്ളത്. യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടാൽ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല അനുഗ്രഹം നിനക്കുള്ളതാണ്. നിന്റെ ബർത്ത് റൈറ്റാണ്. ഹനോക്കിൻ്റെ നടപ്പ് നിനക്കുള്ളതാണ്. നോഹയുടെ മഴവില്ല് നിനക്കുള്ളതാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം നിനക്കുള്ളതാണ്. ഇസഹാക്കിൻ്റെ കൊയ്ത്ത് നിനക്കുള്ളതാണ്. ആർക്കും വേണ്ടേ? യാക്കോബിൻ്റെ ഗോവേണി നിങ്ങൾക്കുള്ളതാണ്. യോസഫിൻ്റെ സ്വപ്നം നിങ്ങൾക്കുള്ളതാണ്. യോശുവയുടെ ധൈര്യം നിങ്ങൾക്കുള്ളതാണ്. മോശയുടെ പ്രവചനം നിങ്ങൾക്കുള്ളതാണ്. ഏലിയാവിൻ്റെ തീ നിങ്ങൾക്കുള്ളതാണ്. ആർക്കും വേണ്ടേ? എലീശായുടെ പുതപ്പ് നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. പത്രോസിൻ്റെ പ്രസംഗം നിങ്ങൾക്കുള്ളതാണ്. പൗലൂസിൻ്റെ മിഷണറിയും മിനിസ്ട്രിയും നിങ്ങൾക്കുള്ളതാണ്. യോഹന്നാൻ്റെ വെളിപ്പാട് നിങ്ങൾക്കുള്ളതാ. എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ, സ്തോത്രം, യേശു നിങ്ങൾക്കുള്ളവനാ. യേശു നിങ്ങൾക്കുള്ളവനായതുകൊണ്ട്, യേശു നിങ്ങൾക്കുള്ളതായതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും മാത്രമല്ല, അതിലുപരിയായി നടത്തുന്നവനാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ നീതിമാനാണ്. ഹല്ലേലൂയ. കുറ്റബോധത്തിനും പാപബോധത്തിനും അല്ല ജീവിക്കേണ്ടത്, പകരം നിങ്ങൾ ജീവിക്കേണ്ടത് നീതിബോധത്തിലാണ് ജീവിക്കേണ്ടത്. കാരണം നിങ്ങൾ നിൽക്കുന്നത് ഒന്നാം ആദാമിൻ്റെ ക്ലബിലല്ല, നിങ്ങൾ നിൽക്കുന്നത് ഒടുക്കത്തെ ആദാമിൻ്റെ ക്ലബിലാണ്. ഒടുക്കത്തെ ആദാം കർത്താവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. ഞാൻ നിർത്തി. ഒന്നാമത്തെ ആദാം നിമിത്തം, സ്തോത്രം, പാപം കടന്നു വന്നു. റോമർ 5:12 ഒന്നാം ആദാം നിമിത്തം മരണം കടന്നു വന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യനും പരന്നിരിക്കുന്നു. ദൂത് ഒന്നാം ആദം നിമിത്തം മരണം കടന്നു വന്നു. രണ്ടാം ആദം നിമിത്തം എന്ത് വന്നു? ജീവനും സമൃദ്ധിയായ ജീവനും വന്നു. ഞാൻ നിർത്തി. യോഹന്നാൻ 10:10 ജീവനും സമൃദ്ധിയായ ജീവനും വന്നു. സോ ഒന്നാം ആദാം നിമിത്തം, സ്തോത്രം, മരണം അതെ സകല മനുഷ്യരും പരന്നിരിക്കുന്നു. ഞാൻ പറയും, കടൽ വെള്ളത്തിൽ ഉപ്പ് പരന്നിരിക്കുന്നത് പോലെ സകല മനുഷ്യരിലും അതേ മരണം പരന്നിരിക്കുന്നു. പക്ഷേ യേശു കർത്താവ് നിമിത്തം, സ്തോത്രം, അതേ ജീവനും സമൃദ്ധിയായ ജീവനും പകർന്നിരിക്കുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ജീവൻ. 2 ജീവനെ കുറിച്ച് യേശു പറഞ്ഞല്ലോ, ജീവനും സമൃദ്ധിയായ ജീവനും. ആദ്യത്തെ ജീവൻ സ്വയജീവൻ, ദൈവിക ജീവൻ. അതിനർത്ഥം ആത്മീയ ജീവൻ. ആത്മീയ ജീവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനും ജീവനാണ്, നിങ്ങളുടെ ശരീരത്തിനും ജീവനാണ്. ആർക്കും വേണ്ടേ? സ്തോത്രം. നിങ്ങളുടെ മനസ്സിനും ജീവനാണ്, ശരീരത്തിനും ജീവനാണ്. വാ തുറന്ന് പറ, മനസ്സിനും ജീവൻ, ശരീരത്തിനും ജീവൻ. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ആത്മാവിൽ ജീവനുള്ളത് കൊണ്ട്. സ്തോത്രം. അതിപരിശുദ്ധ സ്ഥലത്ത് മഹത്വം നിറഞ്ഞു കവിഞ്ഞു. അത് വിശുദ്ധ സ്ഥലത്തേക്ക് വ്യാപരിച്ചു. പിന്നത്തേതിൽ പ്രാകാരത്തിലേക്ക് വ്യാപരിച്ചു. വായിച്ചിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചോട്ടെ. വാ തുറന്ന് കമോൺ. വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആദിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വസിച്ചതായ ദൈവത്തിൻ്റെ മഹത്വം, അത് ആദിപരിശുദ്ധ സ്ഥലത്ത് ഉയർന്നതായ ദൈവമഹത്വം, അത് വിശുദ്ധ സ്ഥലത്തേക്കും അത് പ്രാകാരത്തേക്കും അത് ഓവർഫ്ലോ ചെയ്തതുപോലെ, മോശയുടെ കാലത്ത് ഓവർഫ്ലോ ചെയ്തതുപോലെ, ശലോമോന്റെ കാലത്ത് ഓവർഫ്ലോ ചെയ്തതുപോലെ നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെടുന്നതായ ജീവൻ നിങ്ങളുടെ മനസ്സിലും വ്യാപരിക്കും, നിങ്ങളുടെ ശരീരത്തിലും വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം ഇതാണ്. നോക്ക്, ഇതാണ് ദൂത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന കെട്ടുകൾ അഴിയട്ടെ. മാനസിക രോഗം നിങ്ങൾക്കുള്ളതല്ല. ഡിപ്രഷൻ നിങ്ങൾക്കുള്ളതല്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറക്കത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്കുള്ളതല്ല. കാരണം ജീവനും സമൃദ്ധിയായ ജീവന്, ആത്മീയ ജീവൻ ഉള്ളിടത്ത് മനസ്സ് നോർമലാണ്, ശരീരവും നോർമലാണ്. സ്തോത്രം. ആത്മീയ ജീവൻ ഉള്ളിടത്ത്, സ്തോത്രം, അതെ, മനസ്സ്, ശരീരം, തലമുറ, കുടുംബം, സമ്പത്ത്, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ജീവനായിരിക്കും വ്യാപരിക്കപ്പെടുന്നത്. കണ്ണുകൾ അടയ്ക്കാമോ? ശബ്ദമുയർത്തി കർത്താവ് നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എത്ര നല്ല കർത്താവ് ഒടുക്കത്യാതമായി ഈ ലോകത്തിൽ കടന്നു വന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഹല്ലേലൂയ. അവൻ സ്വർഗീയനാണ്, അവൻ ആത്മീയനാണ്, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, അവൻ അനുസരണത്തിൻ്റെ കർത്താവാണ്, അവൻ നീതീകരണം നൽകുന്നവനാണ്,
അവൻ ജീവൻ പകരുന്നവനാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. കം ഓൺ, വർഷിപ്പ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആദാം നിമിത്തം കടന്നു വന്ന സകല തിന്മകളും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി കർത്താവ് പരിഹരിച്ച് നൽകുന്ന പരിഹാര മാർഗത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്ത കർത്താവേ, ഇന്ന് രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൂത് കേട്ട് കടന്നു പോകുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായി സ്തോത്രം. ധന്യമായി അവരെ അനുഗ്രഹിക്കും. അനുഗ്രഹ വിഷയമാക്കി അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് തീർക്കുക. അങ്ങയിൽ അധിഷ്ഠിതമായ ജീവിതം അതേ സ്തോത്രം അർപ്പിച്ച് അങ്ങയുടെ കൃപയിൽ മുന്നേറുവാൻ അവർക്ക് ഏവർക്ക് അവിടെ നിന്ന് കൃപ ചെയ്യും. കർത്താവിൻ നാമത്തിൽ ഇവരെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് അയക്കുന്നു. അനുഗ്രഹമാക്കും. കൃപയിൽ അവിടുന്ന് സഹായിക്കും. എല്ലാ മഹത്വം ബഹുമാനം അങ്ങയ്ക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.